Hello, good morning. Morning. Good morning, Asha, Aisha, Rohini. Morning parayo. ആരുമില്ല, ഓണാക്കി വെച്ചിട്ട് പോയോ? Good morning, ma'am. Very good. Good morning, Neetu. Good morning. ആ ഒരു എനർജിയാണ് നമുക്ക് വേണ്ടത്. ഇന്നലത്തെ അത്രയും കുട്ടികളാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങാത്തെ. ഇന്നലെ 13 പേരുണ്ടായിരുന്നു. ഇന്നിപ്പോ അതായിട്ടില്ല. യെസ്, സ്റ്റാർട്ട് ചെയ്യാം. വരുന്നവര് വരട്ടെ അല്ലെ. നമ്മള് കഴിഞ്ഞ ദിവസം ഏതൊക്കെ ഫിസിക്കൽ പ്ലാൻസ്, അതായത് നമ്മളുടെ ഫിസിക്കലായിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ചില പ്രത്യേക ഉപകരണങ്ങൾ ഹോസ്പിറ്റൽസിൽ ഡ്യൂറിങ് ദ ടൈം ഓഫ് ഡിസാസ്റ്റർ അലേർട്ട്, ഒരു ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജാഗ്രതയും മറ്റു കാര്യങ്ങളും, അങ്ങനെയുള്ള ഡിസാസ്റ്ററിൽ ഒരുപാട് ഡിസാസ്റ്റർ വിക്ടിംസിനെ കൊണ്ടുവരുമ്പോൾ ഹോസ്പിറ്റലിൽ കുറെ കാര്യങ്ങൾ, അറേഞ്ച്മെന്റുകൾ അവരുടെ പ്ലാനുകളിൽ തുടങ്ങി ഉൾപ്പെടുത്തണം. ഇൻ ദർ പ്ലാൻ ഇറ്റ്സെൽഫ്. പ്ലാനിങ് നേരത്തെ തുടങ്ങി നമ്മൾ വെക്കും. എല്ലാ ഇയറിലും ഓരോ വർഷവും നമ്മൾ ഇയർലി പ്ലാൻ വിൽ ബി എന്താ പറയാ മെയ്ഡ് ബൈ ഈച്ച് ആൻഡ് എവറി ഓർഗനൈസേഷൻ. എല്ലാ ബിസിനസ് ഓർഗനൈസേഷൻസും തീർച്ചയായിട്ടും ഓരോ വാർഷിക പ്ലാൻ വിൽ പ്രിപ്പയർ അല്ലെ, തയ്യാറാക്കും. അപ്പൊ അങ്ങനെയുള്ള പ്ലാനിങ്ങിലും ഡിസാസ്റ്ററിനെ കുറിച്ചുള്ള പ്ലാനിങ്ങും ഓൾറെഡി അവര് ഉണ്ടാക്കി വെക്കും. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഈ ഡിസാസ്റ്ററിൽ നമുക്ക് വരുന്ന പേഷ്യൻസിനെയൊക്കെ പ്രത്യേക രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ, അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ കൊടുക്കാൻ അല്ലെ, എന്താ പറയുക, നമുക്കറിയാം നോർമൽ സ്റ്റേജസിനേക്കാൾ ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് പേഷ്യൻസിനെ ആയിരിക്കും കൊണ്ടുവരിക. കൂടുതൽ അത് അറ്റ് എ ടൈം തന്നെ. ഇപ്പൊ ഒരു ദിവസം ഒരു എന്താ പറയാ മാക്സിമം ഒരു ദിവസം ഒരു ഹോസ്പിറ്റലിൽ ചിലപ്പോൾ 100 പേഷ്യൻസ് അല്ലെങ്കിൽ 150 പേഷ്യൻസ് എന്നുള്ളതിനേക്കാൾ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വിതിൻ 1 hour ആണ് നമ്മൾ ഉദ്ദേശിക്കുക. ഒരു ഡേയിലല്ല, ഒരു 1 hourനുള്ളിൽ ചിലപ്പോൾ നമുക്ക് 10, 150 അല്ലെങ്കിൽ 200 അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഒക്കെ പേഷ്യൻസിനെ ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരും അറ്റ് എ ടൈം അല്ലെ, ആ ഒരു സമയത്തിനുള്ളിൽ. സോ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഓർഗനൈസ് ചെയ്യണം പ്ലാനിങ്ങിൽ. അപ്പൊ ആ പ്ലാനിങ്ങില് മെഡിക്കൽ എക്യുപ്മെന്റുകൾ, ഡ്രഗ്സ്, മെഡിസിൻസ്, അതുപോലെയുള്ള സാധനങ്ങൾ ഉൾപ്പെടുത്തുന്നത് പോലെ തന്നെ ഇപ്പൊ എന്തെങ്കിലും സർജറി വേണ്ടി വരുന്ന കാര്യങ്ങളാണെങ്കിൽ സർജിക്കൽ എക്യുപ്മെന്റ്സ്, അതുപോലെ സർജിക്കലിന് വേണ്ടിയിട്ട് വരുന്ന ഡ്രസ്സിംഗ് മെറ്റീരിയൽസ്, ഒത്തിരി കാര്യങ്ങൾ, പിന്നെ പേഷ്യൻസിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ, മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് നേരത്തെ പറഞ്ഞു. അതോടൊപ്പം തന്നെ സം ഫിസിക്കൽ പ്ലാൻസ് ഓൾസോ, ചില ഫിസിക്കൽ ആയിട്ടുള്ള ചില പ്ലാനുകൾ അതിനകത്ത് ഉൾപ്പെടുത്തണം. അതിൽ ഉദാഹരണങ്ങളാണ്, അതായത് ഒരു ഓൾട്ടർനേറ്റീവ് സോഴ്സ് കൂടി നമ്മൾ കണ്ടുവയ്ക്കണം. സാധാരണ പവർ സപ്ലൈ ഹോസ്പിറ്റൽസിലുള്ളതാണ്.
എന്നാൽ പവർ സപ്ലൈ ഫെയിലിയർ വരുമ്പോൾ, പവർ ഫെയിലിയർ വന്നു കഴിയുമ്പോൾ അത് നമുക്ക് ഓവർകം ചെയ്യാം. ആ ഒരു പ്രത്യേക സമയമൊക്കെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് ഒരു ജനറേറ്റർ വേണം. ആ ജനറേറ്ററിനാണെങ്കിൽ ഫുൾ കപ്പാസിറ്റിയിൽ അത് ഫുൾ പ്രൊലോങ്ഡ് പീരീഡിലേക്ക് കുറെ നേരത്തേക്കൊക്കെ പ്രവർത്തിപ്പിക്കാനാണെങ്കിൽ അതിനനുസരിച്ച് അതിനകത്ത് എന്താ പറയുക ഒഴിക്കേണ്ടതായിട്ടുള്ള ഫ്യൂൽ വേണം. അപ്പൊ അതൊക്കെ നമ്മൾ അതിനൊക്കെ ഓൾട്ടർനേറ്റീവ് സോഴ്സ് പ്ലാനിൽ ഉൾപ്പെടുത്തുന്നത് നമുക്ക് എവിടെ നിന്ന് ലഭ്യമാകും? ഹോസ്പിറ്റലിലെ തീർന്നു പോയാൽ സെക്കൻഡ് ഒരു ചോയ്സ്, ഒരു സെക്കൻഡറി ഓപ്ഷൻ, അഡീഷണൽ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ പ്ലാനിൽ ഉൾപ്പെടുത്തണം. ഓക്കെ, അപ്പൊ അങ്ങനെ കുറച്ച് പ്ലാനുകളുടെ കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു തീർത്തത് അല്ലെ. അപ്പൊ ജനറേറ്റർ വന്നു, അതിനകത്ത് വാട്ടർ സപ്ലൈക്ക് വേണ്ടി വാട്ടർ കൺസർവേഷൻ അല്ലെ, ക്ലോറിനേഷൻ ഓഫ് വാട്ടർ, ഇതിനു വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞു. പിന്നെ ഏതാ ഇൻസിനറേറ്റർ ഫോർ ദ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ. അപ്പൊ ഹോസ്പിറ്റലിൽ സാധാഗതിയിൽ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ അവർക്ക് ഇൻസിനറേറ്റർ ഉണ്ടായിരിക്കാം, പക്ഷെ അത് സഫീഷ്യന്റ് ആയിട്ട് പോരാതെ വരിക, നമുക്ക് ആവശ്യത്തിന് തികയാതെ വരിക. വേസ്റ്റുകളുടെ ആ ഒരു ക്വാണ്ടിറ്റി കൂടി കഴിയുമ്പോൾ എന്താ പറയാ അതൊക്കെ നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ ചിലപ്പോൾ നിലവിലുള്ള ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഇൻസിനറേറ്റർ ചിലപ്പോൾ സഫീഷ്യന്റ് ആയിട്ട് വരില്ല. അപ്പൊ അതിനൊരു സെക്കൻഡറി, അതും നമുക്ക് വേറെ എവിടെന്നെങ്കിലും കിട്ടാൻ, എവിടെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും, എവിടെ നിന്നാണ് ഒരു സെക്കൻഡറി സോഴ്സ് നമുക്ക് വാങ്ങിക്കാൻ പറ്റുക, അതൊക്കെ നമ്മുടെ പ്ലാനിൽ ഉൾപ്പെടുത്തണം. പിന്നെ വോളണ്ടിയേഴ്സിന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. വോളണ്ടിയേഴ്സ് ഒരു എന്താ പറയാ ഹാവ് ടു ബി അസൈൻഡ് ദെയർ ഡ്യൂട്ടീസ്. നമ്മൾ എന്താണ് ഹോസ്പിറ്റലിൽ ഇതിനു വേണ്ടിയിട്ട് പ്രത്യേക സാഹചര്യത്തിൽ വോളണ്ടിയേഴ്സ് ആയിട്ട് വരുമ്പോൾ അവർക്ക് പ്രത്യേകം അവരെന്താ ചെയ്യേണ്ടതെന്നുള്ളത് അവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ അത് കൂടുതൽ നമ്പർ ഓഫ് വോളണ്ടിയേഴ്സ് ആകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബിക്കോസ് അത് ചിലപ്പോ നമുക്ക് ഗുണത്തെക്കാളേറെ ചിലപ്പോൾ ദോഷം ചെയ്തേക്കാം. ഒത്തിരി വോളണ്ടിയേഴ്സ് വരുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോ എന്താ പറയാ നീ ചെയ്ത് ഞാൻ ചെയ്ത് എന്നൊക്കെയുള്ള ആ ഒരു ചവോസ്, ആ ഒരു ഡിസ്പ്യൂട്ട്സ്, അത് തർക്കങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ടു അവോയ്ഡ് ദാറ്റ്, അത്തരം കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്ത് നമുക്ക് ഉള്ള വോളണ്ടിയേഴ്സിനെ പ്രത്യേകം അവർക്ക് പറ്റുന്ന ജോലികൾ അസൈൻ ചെയ്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്ന് പറയും. പിന്നെ നമുക്ക് ട്രാഫിക് കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഹോസ്പിറ്റലിനകത്ത് കൊണ്ടുവരുന്ന പേഷ്യൻസിനെ ടു ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ലൈക്ക് റേഡിയോളജി, ഓപ്പറേഷൻ തിയേറ്റർ, ICU അങ്ങനെയുള്ള യൂണിറ്റുകളിലേക്ക് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ട സൗകര്യങ്ങൾ അത് ഹോസ്പിറ്റൽസിന്റെ പ്രമിസസിന്റെ അകത്തേക്ക് കൂടിയാണ് അവരെ വിടണ്ടേ അല്ലെ. അപ്പൊ അത് ഡിറക്ട് ചെയ്യാനും ഏത് വഴി കൂടി പോകണം, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എളുപ്പം എങ്ങനെയാ ആ പേഷ്യന്റിനെ എത്തിക്കുക, അതിനുള്ള മാർഗനിർദ്ദേശമൊക്കെ കൊടുക്കാനുള്ള ചില ട്രാഫിക് കൺട്രോള്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ എന്താ പറയാ ഗേറ്റിന്റെ അവിടെയും ആവശ്യത്തിന് ട്രാഫിക് കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങൾ വേണം. കാരണം ഒരുപാട് പേഷ്യൻസിന്റെ റിലേറ്റീവ്സ് അതുപോലെ തന്നെ ഓൺലുക്കേഴ്സ് വരും. ഓൺലുക്കേഴ്സ് പറഞ്ഞാൽ ഇങ്ങനെ നോക്കാനായിട്ട് എത്തി നോക്കി എന്താണ് കാര്യങ്ങൾ എവിടെയാണ് എന്നൊക്കെ അന്വേഷിക്കാൻ വരുന്നവരുണ്ടാവുമല്ലോ, ഫ്രണ്ട്സ് അങ്ങനെയുള്ളവർക്കും. അതുപോലെ തന്നെ മീഡിയാസ്, ഇതിനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യേണ്ടി വരും. അതിനൊക്കെ വാതിക്കല് നമുക്ക് ഈ പറയുന്ന പോലെ തിക്കും ക്രൗഡൊക്കെ ഇല്ലാതിരിക്കാനായിട്ടുള്ള ട്രാഫിക് കൺട്രോൾ സിസ്റ്റം അതും നമ്മുടെ പ്ലാനിൽ വേണം. അവിടെയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ആൻഡ് ദ നെക്സ്റ്റ് വൺ ആൻഡ് ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദ ചാപ്റ്റർ ഇറ്റ്സെൽഫ്. ചാപ്റ്ററിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ലാസ്റ്റ് ഭാഗമാണ് ഇനി പബ്ലിക് റിലേഷൻസ്. അപ്പൊ നമ്മളുടെ ഡിസാസ്റ്റർ പ്ലാനിൽ ഇറ്റ് ഹാവ് ടു ബി ഓൾസോ ഇൻക്ലൂഡഡ് എ റെസ്പോൺസിബിൾ പബ്ലിക് റിലേഷൻ ഓഫീസർ ടു ഫങ്ഷൻ ദിസ് ഡിസാസ്റ്റർ പ്ലാൻ. ഈ ഡിസാസ്റ്റർ പ്ലാനിനെ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു PR ഓഫീസറും ഹോസ്പിറ്റലിന്റെ ഈ പറയുന്ന ഡിസാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തണം അല്ലെ. കാരണം ഇതൊക്കെ നമുക്ക് എന്താ പറയാ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു, പക്ഷെ പബ്ലിക്കിനെ റിലേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമുക്കറിയാം ഇൻഫോർമേഷൻ റിഗാർഡിംഗ് ദ പേഷ്യൻസ്, കാഷ്വാലിറ്റി പേഷ്യൻസ്, ഈ ഡിസാസ്റ്ററിൽ വന്നിരിക്കുന്ന പേഷ്യൻസിനെ കുറിച്ചിട്ടുള്ള പല ഇൻഫോർമേഷൻസും അവരുടെ പല കാര്യങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ ആൾക്കാർ ചോദിക്കും. ഫ്രണ്ട്സ് ചോദിക്കാം, റിലേറ്റീവ്സ് ചോദിക്കാം, അല്ലെങ്കിൽ പത്രപ്രവർത്തകർ ചോദിക്കാം അല്ലെ, മീഡിയാസ്, ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇൻഫോർമേഷൻസ് തരത്തി വരും. അപ്പൊ ദിസ് ഇൻഫോർമേഷൻസ് ഹാവ് ടു ബി പ്രോപ്പർലി പ്രൊവൈഡഡ്, അക്യുറേറ്റ്ലി പ്രൊവൈഡഡ്. ഊഹാപോഹങ്ങളൊന്നും കൊടുക്കാണ്ടേ കൃത്യമായ വിവരങ്ങൾ കൊടുക്കാൻ പറ്റിയ ഒരു റെസ്പോൺസിബിൾ ഓഫീസർ തന്നെ വേണം അല്ലെ. ചില കാര്യങ്ങളൊക്കെ ഇല്ലേ നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ എന്താ പറയാ ചെറിയൊരു കാര്യമായിരിക്കാം, പക്ഷെ അത് സ്പ്രെഡ് ചെയ്ത് പല രീതിയിൽ ഒരു ചെറിയ കാര്യത്തെ സ്പ്രെഡ് ചെയ്ത് വലിയൊരു വഷളാക്കുന്ന രീതിയിലേക്ക് കൊണ്ടെത്തിക്കുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് നടക്കുന്നുണ്ട് അല്ലെ. ചെറിയൊരു കാര്യമായിരിക്കാം, പക്ഷെ അത് പറഞ്ഞ് ഒരാളിൽ മറ്റൊരാളിലേക്ക് പകരുമ്പോ ഞാനിപ്പോ എനിക്ക് കേട്ട ഒരു കാര്യം അല്ലെങ്കിൽ ഞാൻ നേരിട്ട് കണ്ട കാര്യം ഞാൻ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞു, ആ ആളൊക്കെ മറ്റൊരാളോട് കുറച്ചും കൂടി എക്സാജറേഷനിൽ പറഞ്ഞു, അങ്ങനെ കൂടുതൽ പൊലിപ്പിച്ച് പറഞ്ഞ് അവസാനം അത് വരുമ്പോഴേക്കും ഇതല്ല ഒരു പരിവായിട്ടുണ്ടാവും അല്ലെ.
അതുപോലെ. പക്ഷെ അങ്ങനെ പാടില്ല. പബ്ലിക് റിലേഷൻസ് ഓഫീസർ അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഡ്യൂറിങ് ദ ഡിസാസ്റ്റർ, ആ ഡിസാസ്റ്ററിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വേണ്ട സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ ഈസ് ദ റെസ്പോൺസിബിൾ പേഴ്സൺ. ആരായിരിക്കും ഉത്തരവാദി? ആ ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ ആയിരിക്കും. സോ ദാറ്റ് അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ദിസ് പബ്ലിക് റിലേഷൻ ഓഫീസർ ഹാവ് ടു കണ്ടിന്യൂസ്ലി ഗ്യാദർ ദ ഇൻഫോർമേഷൻ ആൻഡ് ഓൾസോ അപ്ഡേറ്റ് ദ ഇൻഫോർമേഷൻ ടു ദാറ്റ് സിറ്റുവേഷൻ. ആ ഒരു സിറ്റുവേഷനിൽ തനിക്ക് ലഭ്യമാകാവുന്ന എല്ലാ വിവരങ്ങളും എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് ശേഖരിക്കണം, കറക്റ്റ് ആയിട്ട് അത് ഗ്യാദർ ചെയ്യണം. അതെ, അങ്ങോട്ട് കൊണ്ടുപോയി അല്ലെങ്കിൽ കൊണ്ടുവന്നിരിക്കുന്ന പേഷ്യൻസിന് എന്തൊക്കെയാണ് അതിനെ കുറിച്ച് കറക്റ്റ് ഇൻഫോർമേഷൻസ് സ്വീകരിക്കുക, അത് കേൾക്കുക, ഗ്യാദർ ചെയ്യുക. എന്നിട്ട് അത് കറക്റ്റ് ആയിട്ട് തന്നെ പുള്ളിക്കാരൻ എന്ത് ചെയ്യുക? മറ്റുള്ളവരോട് ആ ഒരു എന്താ പറയുക, ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് കണ്ടീഷൻ എന്താണ്, ലേറ്റസ്റ്റ് സിറ്റുവേഷൻ എന്താണെന്നുള്ളത് മറ്റുള്ളവരെ അറിയിക്കുക. പ്രസ് മീഡിയനെയോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരാണോ, അപ്പൊ അങ്ങനെയുള്ള ഉത്തരവാദിത്തമാണ് ആൾ ഏറ്റെടുക്കുന്നത്. മനസ്സിലായോ? അല്ലാതെ കാണാതെ കൊണ്ടുപോയിട്ടുണ്ട് അവിടെ ഇപ്പൊ ചിലപ്പോ ഇത് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും, അങ്ങനെയുള്ള അസംഷൻസ് അല്ല. അക്യുറേറ്റ് ഇൻഫോർമേഷൻസ് ഹാവ് ടു ബി ഗ്യാതേർഡ്. എന്ത് ചെയ്യണം? കൃത്യമായ വിവരങ്ങളാണ് ശേഖരിക്കേണ്ടത്. കൃത്യമായ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് കണ്ടീഷനിലുള്ള വിവരങ്ങളായിരിക്കണം സ്വീകരിച്ച് എന്ത് ചെയ്യുന്നത്? മറ്റുള്ളവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. And also he can also use an adequate number of messengers. ഇനി ആൾക്ക് വേണമെങ്കിൽ ആളുടെ കീഴിൽ കുറച്ച് മെസ്സഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ those who carry മെസ്സേജസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ എപ്പോഴും ഇങ്ങനെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ചില ഡിസാസ്റ്റർ ഒക്കെ നടക്കുമ്പോൾ പവർ ഫെയിലിയർ ഒക്കെ വന്നു മൊത്തം ചിലപ്പോൾ ഇന്റർനെറ്റ് കണക്ഷൻസ് ഒക്കെ എന്ത് ചെയ്തു? കട്ട് ചെയ്ത് പോയി ഇരിക്കുന്ന സാഹചര്യത്തിലാണെങ്കിൽ യൂസ് ദിസ് ഫോൺസ്, മൊബൈൽ ഫോൺസിലൂടെ പല വിവരങ്ങളും നമുക്ക് കണക്ട് ചെയ്ത് കിട്ടില്ല, നെറ്റ്വർക്ക് പ്രോബ്ലം ഒക്കെ വരുമ്പോൾ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുപോലെ തന്നെ മറ്റേ വെള്ളപ്പൊക്കമൊക്കെ വന്നപ്പോ ആദ്യത്തെ ഫസ്റ്റ് ഡേ സെൽഫ് നമ്മളുടെ പവറൊക്കെ പോയി, മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ പറ്റാത്ത മൊബൈൽസ് ഒക്കെ ഓഫായി പോയി, വെള്ളത്തിൽ മുങ്ങിപ്പോയി, അതിൽ നിന്നൊക്കെ പൊക്കിയെടുത്തു. എന്നിട്ടൊക്കെയാണ് നമ്മളത് വീണ്ടും റീയൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ദർ ഈസ് നോ മീഡിയം, അല്ലെ? ഒരു മാധ്യമം ഇല്ല. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ മെസ്സഞ്ചേഴ്സ് തന്നെ തുടങ്ങും. അപ്പൊ നമുക്ക് ഇൻഫോർമേഷൻസ് തരാമെന്നത് ആരാന്നറിയോ? ഇതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും. കാരണം ഞങ്ങൾക്ക് ഫോണ് ഒന്നും പ്രവർത്തിക്കുന്നില്ല. നമ്മുടെ വീടുകളിൽ 1, 2, 3 ഫോൺസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഒന്നും പ്രവർത്തിക്കാതായി കഴിഞ്ഞപ്പോ ഇങ്ങനെ വെള്ളം ഇനിയും ഉയരും, ഇത് ഇത്ര വരെ പോകും എന്നൊക്കെ നേരത്തെ തന്നെ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ വി ആർ നോട്ട് അവെയർ ഓഫ് ദാറ്റ്. ഞങ്ങൾ അന്ന് അതിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒരു അറിവുണ്ടായിരുന്നില്ല. ബിക്കോസ് നമ്മുടെ ഫോണുകളൊക്കെ ഓഫ് ആയിരുന്നു. ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മള് മറ്റുള്ളവരുമായിട്ടുള്ള കോണ്ടാക്ട് വളരെ ലിമിറ്റഡ് ആണ്, അല്ലെ? ഒക്കെ ഈ ഫോണിൽ കൂടിയാണ്, അല്ലെ? കോണ്ടാക്റ്റിൽ ചിലപ്പോൾ ഹായ് കൂയി ഒക്കെ പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും വല്ലപ്പോഴൊക്കെ കയറിയിട്ട് ഗ്രൂപ്പിലൊക്കെ കയറി ഇങ്ങനെ മെസ്സേജസ് ഒക്കെ അയക്കും. അല്ലാണ്ട് എപ്പോഴും ഇങ്ങനെ നമുക്ക് അത്രയും അടുപ്പമുള്ളവരോടാണ് നമ്മൾ കൂടുതൽ കോൺവെർസേഷൻസ് ഫോണിലാണെങ്കിലും നടത്തുക. അതല്ലെങ്കിൽ വല്ലപ്പോഴാണ്. നമുക്ക് എല്ലാവർക്കും അവരവരുടേതായ കാര്യങ്ങളിൽ എല്ലാവരും ഒതുങ്ങി കൂടി, അതിന്റെ പ്രത്യേകതയാണ്. അതേസമയം പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ അടുത്തുള്ള ആളുകളിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് ഇൻഫോർമേഷൻസ് കിട്ടുന്നത് ഒരു കാര്യമുണ്ട്, പെട്ടെന്ന് നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങണം എന്നുള്ള കാര്യം. അത് നമുക്ക് ഇൻഫോർമേഷൻസ് നമ്മൾ പരസ്പരം അങ്ങോട്ട് ഷെയർ ചെയ്തു. പക്ഷെ ഇന്ന് 4 ചുവരുകളുടെ ഉള്ളിൽ ആളുകൾ ഒതുങ്ങി കൂടിയപ്പോ എന്ത് പറ്റി? ഇൻഫോർമേഷൻസ് ഒന്നും അറിഞ്ഞില്ല. രാവിലെ എഴുന്നേറ്റപ്പോ ഇത്രയും വെള്ളം കാണുന്നു, അപ്പൊ വിചാരിച്ചു അത്രയല്ലേ വരുള്ളൂ, കുഴപ്പമില്ല. പക്ഷെ പിന്നീട് ആണ് ഇതെല്ലാം കഴിഞ്ഞ് വെള്ളപ്പൊക്കമൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത് നേരത്തെ കൂട്ടി ചില സ്ഥലങ്ങളിലേക്ക് ഇൻഫോർമേഷൻസ് എന്ന് വെച്ചാൽ ആ ഫോണൊക്കെ ഓഫായി പോകാതിരുന്നവരൊക്കെ ഈ ഫോണിൽ കൂടി മെസ്സേജസ് അറിഞ്ഞു. എന്ത്? വെള്ളം ഒരു ആളുടെ പൊക്കത്തിൽ, ദാറ്റ് മീൻസ് ഒരാളുടെ പൊക്കത്തിൽ എന്ന് പറയുമ്പോൾ ഒരു മാക്സിമം ഒരു ആവറേജ് കണക്കനുസരിച്ച് ഒരു 6 ഫീറ്റ്, അല്ലെ? 6 അടിയൊക്കെ പോകും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരറിയുന്നു? നമ്മളറിയൂ 6 അടിയൊക്കെ വെള്ളം പൊക്കാന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മുങ്ങി പോകും. 6 അടി നമ്മളില്ലല്ലോ, അല്ലെ? അപ്പൊ അതുകൊണ്ട് 5.3, 5.2 നമ്മളൊക്കെ മുക്കി എന്നുള്ളതാണ്. അത്രയും വെള്ളം വന്നു നിലത്തുനിന്ന്, നമ്മുടെ എന്താ പറയാ മുറ്റത്തുനിന്ന്, അകത്തുനിന്നല്ല. ഓക്കെ, സോ അപ്പൊ അത്തരം ഇൻഫോർമേഷൻസ് പാസ് ചെയ്യണമെങ്കിൽ അതിനൊരു മീഡിയ വേണം. പക്ഷെ അന്ന് നമുക്ക് ആ മീഡിയാസ് ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്ന പറയാ, ആളുകളാണ് പല സ്ഥലത്തേ കൂടിയൊക്കെ, വെള്ളം ഇല്ലാത്ത സ്ഥലത്തേ കൂടിയൊക്കെ ഇങ്ങനെ മറ്റേ വണ്ടിയില് പണ്ട് നോട്ടീസ് വരില്ലേ, സിനിമയിലെ അനൗൺസ്മെന്റ് ഒക്കെ, അങ്ങനെയുള്ള കാലഘട്ടത്തിൽ കൂടിയൊക്കെ കടന്നു പോയവരാണോ നിങ്ങള്? പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ സിനിമ പുതിയത് റിലീസ് ആവുമ്പോഴേ നമ്മുടെ അടുത്തുള്ള സിനിമ തിയേറ്ററിൽ സിനിമ വന്നു എന്ന് നമ്മൾ എങ്ങനെ അറിയാം? പുതിയ സിനിമ മാറി വന്നു എന്ന് അതൊന്നുമില്ല, അല്ലെ? മറ്റേ ജീപ്പിനകത്ത് നോട്ടീസൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ട് അതിങ്ങനെ ഇട്ടിട്ട് പോവുകയാണ്. ആ നോട്ടീസ് കൊടുക്കാൻ എത്രത്തോളം ഓടിയിട്ടുണ്ട്, അതിന്റെ പിന്നാലെ കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, അല്ലെ?
എന്നിട്ട് കൂടുതൽ കളക്ട് ചെയ്യുമ്പോൾ അതൊരു കളിയായിരുന്നു അന്നൊക്കെ. ഇല്ലേ, നിങ്ങൾക്കൊന്നും അങ്ങനെ ഫേസ് ചെയ്ത് വന്നിട്ടില്ല? ആരുമില്ല? ഓക്കെ, വെരി ഗുഡ്. നിങ്ങളത് കുറച്ചുകൂടി ചെറുതാണ്. ഓക്കെ, അപ്പൊ ഇല്ലേ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടില്ല. അപ്പൊ ആ ഇൻഫർമേഷൻസ് നമ്മൾ അറിയുന്നത് ഈ നോട്ടീസിലൂടെയാണ് അല്ലെ. പക്ഷെ അങ്ങനെ എന്ത് ചെയ്തു, അനൗൺസ് ചെയ്തു പോയി, ഇങ്ങനെ ഇത്ര ഉയരത്തിൽ വെള്ളം വരും, എല്ലാവരും സേഫായ സ്ഥലങ്ങളിലേക്ക് മാറണം, എല്ലാവരും എവിടെയെങ്കിലും അടുത്തുള്ള സ്കൂളുകളിൽ ക്യാമ്പ് ചെയ്യണം, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ. സോ ഇതുപോലെ PR ഇതുപോലെ കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻസ് ആളുകളിൽ കൊടുത്തിട്ട് അത് ആളുകളെ അറിയിക്കുക, മറ്റുള്ളവർ. അങ്ങനെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ നമ്മുടെ PR ഓഫീസർ ആണ്. അപ്പൊ PR ഓഫീസർ അത്തരം കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് he or she can use the messengers, അങ്ങനെയുള്ള കുറച്ച് സന്ദേശമൊക്കെ അയക്കാൻ പറ്റുന്ന ആൾക്കാരെയൊക്കെ ആ ജോലി അസൈൻ ചെയ്ത് അവരെ കൊണ്ട് ആ ഇൻഫർമേഷൻസ് റിലീസ് ചെയ്യാനായിട്ട്, ലൈക്ക് പ്രസ് മീഡിയക്കോ അല്ലെങ്കിൽ മറ്റ് ഡെയിലി നമ്മുടെ ടിവിയിലോ റേഡിയോയിലോ ഒക്കെ ഡെയിലി ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യല്ലോ. അപ്പൊ അതനുസരിച്ച് ആളുകൾക്ക് ആ ഇൻഫർമേഷൻസ് കിട്ടും. അപ്പൊ എല്ലാവർക്കും ഒരു എന്താ പറയാ, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് അറ്റ് എ ടൈം നമുക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ന്യൂസ് ബുള്ളറ്റിനും അതുപോലെ തന്നെയുള്ള മറ്റ് തരത്തിലുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന രീതി. അപ്പൊ ആളുകളിലൂടെയാണ് അത് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ മറ്റ് പബ്ലിക്കിനെ മൊത്തം അറിയിക്കുന്നത്. അതൊക്കെ റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്യേണ്ടത് നമ്മുടെ PR ഓഫീസറാണ്. അതിന് യാതൊരു തർക്കവുമില്ല. നമ്മുടെ PR ഓഫീസർ ഷുഡ് ഹാവ് ടു കളക്ട് ദ കറക്റ്റ് ഇൻഫർമേഷൻ ആൻഡ് ഓൾസോ അപ്ഡേറ്റ്. അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. കാലത്തൊരു ഇൻഫർമേഷൻ കിട്ടി, അത് തന്നെയാണ് ഇപ്പോഴും സ്ഥിതി, ഉച്ചയായപ്പോഴും വൈകുന്നേരം ആയപ്പോഴും അല്ല, വിൽ ചേഞ്ച് അല്ലെ, സിറ്റുവേഷൻ ചേഞ്ച് ആകും. സോ അത് അപ്ഡേറ്റ് ചെയ്ത് ആ അപ്ഡേറ്റ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് മെസ്സേജേഴ്സിന്റെ കയ്യിൽ കൊടുത്തിട്ട് അത് മീഡിയക്കോ ബുള്ളറ്റിൻസിനോ ഒക്കെ കൃത്യമായിട്ട് ഡെയിലി പ്രൊവൈഡ് ചെയ്യാനായിട്ട്. ഓക്കെ, ആൻഡ് ഓൾസോ he or she have to make contact and communication with the civil defense agencies. അതായത് എന്തെങ്കിലും ഡിഫൻസ് ഏജൻസീസോ മറ്റേതെങ്കിലും ആളുകളൊക്കെ ബന്ധപ്പെടുകയാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് പേരും വിവരങ്ങളും ലൊക്കേഷനും ഒക്കെ കോൺടാക്ട് നമ്പറും ഒക്കെ ആൾക്ക് അറിയാവുന്ന രീതിയിൽ പ്രൊവൈഡ് ചെയ്യണം. അതിനൊക്കെ നമ്മുടെ PR ഓഫീസർ തന്നെയാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായോ PR ഓഫീസറുടെ ഡ്യൂട്ടി? മനസ്സിലായോ? അപ്പൊ പേഴ്സണൽ പബ്ലിക് റിലേഷൻസ് ഓഫീസർ പബ്ലിക്കിന് വേണ്ട ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ റെസ്പോൺസിബിൾ ആണ്. ആൻഡ് he or she can use the messengers for this purpose. അപ്പൊ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാട്ടോ. A responsible officer should function as the PR office during the operation of the disaster plan. And അടുത്ത സെന്റൻസ്, he should continuously, he എന്ന് പറയുന്നത് പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ് കേട്ടോ. He should continuously gather and update his information and be conversant with the latest situation in the hospital. ഹോസ്പിറ്റലിന്റെ ഏറ്റവും പുതിയ ഇൻഫോർമേഷൻ എന്താണോ, ഏറ്റവും പുതിയ സിറ്റുവേഷൻ എന്താണോ അതാണ് പുള്ളിയുടെ കയ്യിൽ വേണ്ടത്. പഴയതല്ല, 2 ദിവസം മുമ്പുള്ളതോ 2 മണിക്കൂർ മുമ്പുള്ളതോ ലേറ്റസ്റ്റ് സിറ്റുവേഷൻ എന്താണ് അത് പുള്ളി കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. മനസ്സിലായോ? ഓക്കെ അല്ലേ? 2 സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ നമ്മളിപ്പോ ഇതെല്ലാം അപ്പൊ നമ്മള് ഒരു ഡിസാസ്റ്റർ പ്ലാനിൽ വാട്ട് ആർ തിങ്സ് ഹാവ് ടു ബി ഇൻക്ലൂഡഡ്. ഒരു ഡിസാസ്റ്ററിനെ വരുമോ വരില്ലേ എന്നുള്ളത് പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷേ വി ഹാവ് ടു ബി കംപ്ലീറ്റ്ലി പ്രിപ്പയർഡ്. അത് മസ്റ്റ് ആണ്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ എല്ലാ തയ്യാറെടുപ്പും ഇയർ ആഫ്റ്റർ ഇയർ ഓരോ വർഷവും നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കണം. കാരണം we do not know when it will occur and on what scale, എങ്ങനെ എപ്പോ അത് ഉണ്ടാകും, ഡിസാസ്റ്റർ ഉണ്ടാകും, അത് ഏത് തോതിലാണ് അത് നമ്മളെ ബാധിക്കുക, വൻതോതിൽ ഉണ്ടാകുമോ ചെറുതായിട്ട് വന്നങ്ങോട്ട് പോകുമോ എന്നൊന്നും നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് we should be prepared. എത്രത്തോളം we are prepared അത്രത്തോളം നമ്മള് എന്തായിരിക്കും നമുക്ക് നമ്മുടെ ഡിസാസ്റ്ററിന്റെ ആഫ്റ്റർ എഫക്ട്സിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. How much we are prepared, the more we are prepared, നമ്മൾ എത്രത്തോളം കൂടുതൽ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുന്നു എന്ത് ചെയ്യാം, the more we can face it, അത്രയും നല്ല രീതിയിൽ നമുക്ക് അതിനെ ഫേസ് ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനും പറ്റും എന്നുള്ളതാണ്. അപ്പൊ അവിടെ സെന്റൻസ് പറയുന്നത് it is said that being forewarned is being forearmed. എന്താണ്? it is said that being forewarned, ആരെങ്കിലും മുന്നറിയിപ്പ് തരട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയല്ല, മുൻകരുതലോടെ ഇരിക്കലാണ് നമുക്ക് ഡിസാസ്റ്ററിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യം. മുൻകരുതലോടെ ഇരിക്കുക, മുന്നറിയിപ്പ് തരുന്നത് വരെ കാത്തിരിക്കരുത് എന്നാണ്. ക്ലിയർ ആയോ? സെന്റൻസിന്റെ മീനിങ് ഒരു വളരെ നല്ലൊരു വാചകമാണ്. നമ്മള്
വരട്ടെ, വന്നിട്ട് നമുക്ക് നോക്കാം എന്ന് ചില പല കാര്യങ്ങളിലും നമ്മൾ അങ്ങനെ ചിന്തിച്ചിരിക്കും. അത് വരുമ്പോ നമുക്ക് നോക്കാം, അങ്ങനെ വിചാരിച്ചിരുന്നു പലരും പണ്ട് പല കാര്യങ്ങളിലും. പക്ഷെ ഇന്ന് കുറച്ചും കൂടി ആളുകൾ അപ്ഡേറ്റഡ് ആയി. ബിക്കോസ് എവിടെയെങ്കിലുമൊക്കെ ചില കാര്യങ്ങൾ നടക്കുമ്പോ സംഭവിക്കുമ്പോ വി ആർ ബീങ് അലേർട്ട്. നമ്മളെപ്പോഴും ജാഗ്രതയോടെ ഇരിക്കും. കാരണം അവർക്ക് ഇന്ന് ഇപ്പോൾ സംഭവിച്ചെങ്കിൽ നെക്സ്റ്റ് ആർ ബി നമ്മളാണ് അടുത്തില്ല. ഇപ്പോ നമ്മൾ യുദ്ധം നടക്കുന്നതിന്റെ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് അല്ലെ? യുദ്ധത്തിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ പല രാജ്യങ്ങളിലും നടക്കുമ്പോൾ അതിനെ കുറിച്ചുള്ള ന്യൂസുകളാണ് നമുക്ക് കിട്ടുന്നത്. അത് മേ ബി എല്ലാം കറക്റ്റ് ആയിരിക്കാം, ചിലപ്പോ ചിലതൊക്കെ ഫേക്ക് ആയിരിക്കാം. പല കാര്യങ്ങളുമാണ് ഇൻഫർമേഷൻസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഓരോ ചാനലുകാരും എന്ത് ചെയ്യുന്നു, അവരവരുടേതായ രീതിയിൽ അതിനെ ഇങ്ങനെ ഭയങ്കര നേരത്തെ പറഞ്ഞതുപോലെ എക്സാജറേറ്റ് ചെയ്ത് കാണിക്കും അല്ലെ? അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ നമുക്ക് പോകുന്നില്ല. യഥാർത്ഥ കാര്യം എന്താണെന്ന് അറിയണമെങ്കിൽ ഇത് ഫേസ് ചെയ്യുന്നവരെ നമുക്ക് പോയി ബന്ധപ്പെടേണ്ടി വരും. അതിനുള്ള സാഹചര്യങ്ങൾ ഇന്നത്തെ കുറെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് പോകാനും അങ്ങോട്ടൊക്കെ. അതിന് വേണ്ടപ്പെട്ട അധികാരികളാണ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇൻഫോർമേഷൻസ് തരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ വിചാരിക്കും അവിടെ നടക്കുന്ന കാര്യമല്ലേ, നമ്മളെ ബാധിക്കുന്നില്ല എന്ന്. പക്ഷേ ഇന്ന് ആ രാജ്യങ്ങളിൽ അങ്ങനെയൊക്കെ ഉണ്ടായെങ്കിൽ അടുത്തത് ചിലപ്പോൾ നമ്മളുടെ രാജ്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് നിർബന്ധമൊന്നുമില്ല അല്ലെ? പക്ഷെ അതിൻ്റെതായ അഫക്റ്റ് കുറച്ചൊക്കെ നമ്മളും ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ലൈക്ക് ഫോർ എക്സാമ്പിൾ അല്ലെ, എന്താ പറയാ, കുറെ റൂമേഴ്സ് ആണ് കുറെയൊക്കെ. ഗ്യാസ് എന്ന് പറയുന്ന ഇതിന് വേണ്ടിയിട്ട് ആളുകൾ ഇപ്പൊ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയാ അലഞ്ഞുകൊണ്ടിരിക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയ്യോ കിട്ടില്ലേ, 1 മാസം മുമ്പേ ബുക്ക് ചെയ്യുക. നമുക്ക് ഇപ്പൊക്കെ ആണെങ്കിൽ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോഴത്തെ സാഹചര്യമില്ല, കുറച്ച് ദിവസം കഴിഞ്ഞ മാസമൊക്കെ നമുക്ക് ബുക്ക് ചെയ്യുമ്പോൾ ബുക്ക് ചെയ്ത് പിറ്റേ ദിവസം തന്നെ നമ്മുടെ ഡോർ ഫ്രണ്ടില് ഗ്യാസ് വരുമായിരുന്നു, ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവരുമായിരുന്നു അല്ലെ? പക്ഷെ ഇപ്പൊ ഇച്ചിരി കുറെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാ കൊണ്ടുവരുന്നത്, 1 month ഒക്കെ എടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ, അതായത് അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിരിക്കാം. കുറെയൊക്കെ ചില എന്താ പറയാ, നമ്മൾ പറയില്ലേ ഇങ്ങനെ പൂഴ്ത്തിവെപ്പ് ഒരുതരം കാര്യങ്ങളുണ്ട്, അങ്ങനെ ആയിരിക്കാം. നമുക്ക് പറയാൻ പറ്റില്ല ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളതെന്ന്. പക്ഷെ ഇതൊക്കെ ഫേസ് ചെയ്യുന്നത് നമ്മളെ പോലുള്ള കുറെ സാധാരണ ജനങ്ങളാണ് അല്ലെ? മറ്റുള്ളവർക്ക് പല രീതിയിലും പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുമ്പോൾ സാധാരണ ജനങ്ങളാണ് ഇതിന്റെ ഇടയിൽ കിടന്ന് കുറച്ച് എന്താ പറയാ ഡിഫിക്കൽട്ടി അനുഭവിക്കുന്നത്. അപ്പൊ ലൈക്വൈസ് അതുപോലെ തന്നെ നമ്മൾ ഏത് ദുരന്തത്തെയും നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് മുൻകരുതലോടെ ഇരിക്കുക. അല്ലാതെ മുന്നറിയിപ്പ് കിട്ടുന്നത് വരെ ഇതെങ്ങനെ വരൂട്ടോ എന്നത് വരെ കാത്തിരിക്കരുത്. ഒത്തിരി ഉദാഹരണങ്ങൾ നമ്മുടെ ഫ്രണ്ടിലുണ്ട്. ലൈക്ക് നമ്മുടെ ഫ്ലഡ് പോലെയുള്ള ഡിസാസ്റ്റർ, കൊറോണ പോലെയുള്ള മറ്റൊരു ഡിസാസ്റ്റർ, ഇതൊക്കെ നമുക്കൊരു പാഠം തന്നെയാണ്. അപ്പൊ ഈ പാഠത്തിന്റെ കുറെ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നമ്മൾ ഇങ്ങനെ എപ്പോഴും എങ്ങനെ ഇരിക്കണം, ജാഗ്രതയോടെ ഇരിക്കണം. ആരെങ്കിലും ഇന്ന സമയം മുതൽ പിന്നെ വരുന്ന മറ്റൊരു ന്യൂസ് ആണ് ലോക്ക്ഡൌൺസ് വരുന്നത്. ലോക്ക്ഡൌൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമ്മൾ കൊറോണയ്ക്ക് ഇരുന്നത് പോലെയുള്ള ലോക്ക്ഡൌൺ അല്ല, പല കാര്യങ്ങൾക്കും കുറെ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുന്നതാണ്. പല കാര്യങ്ങൾ നമ്മൾ കൺസ്യൂം ചെയ്യുന്നതിന്റെ അളവുകളിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ്, ലൈക്ക് ഇപ്പൊ ചിലപ്പോൾ പെട്രോളിന് വില ഇൻക്രീസ് ചെയ്യും, ഗ്യാസിന്റെയും അത് കിട്ടാൻ ലഭ്യത, അതായത് നമുക്കത് വാങ്ങിക്കാൻ കിട്ടുന്ന ഇത് കുറയും. അതുപോലെ തന്നെ അതിനും ഇച്ചിരി പ്രൈസ് കൂട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഫേസ് ചെയ്യേണ്ടത്. അപ്പൊ ഏത് ഡിസാസ്റ്റർ ഏത് രീതിയിൽ എപ്പോൾ വരും എന്നൊന്നും നമുക്കറിയില്ല, ഏത് തോതിൽ വരും എന്നൊന്നും അറിയില്ല. പക്ഷേ എനിവേസ് ഏത് രീതിയിലാണെങ്കിലും ദ ഹോസ്പിറ്റൽ ഹാസ് ടു ഡീൽ ഇറ്റ്. ഹോസ്പിറ്റൽസ് അത് നല്ല രീതിയിൽ, ഹോസ്പിറ്റൽസ് മാത്രമല്ല മറ്റ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസും അതിനുവേണ്ടി എന്ത് ചെയ്യണം. അത് തന്നെ ഇപ്പൊ ഇവിടെ ഒമാനില് അതെ ഫ്ലഡ് ആണെന്ന് ഞാൻ കണ്ടിരുന്നു, ന്യൂസ് കണ്ടിരുന്നു. നമുക്ക് ഇപ്പൊ എല്ലായിടത്തും ഏതൊക്കെ രീതിയിലും എന്താ പറയാ പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള പല കാര്യങ്ങളും ഉണ്ട്. ചില സ്ഥലങ്ങളിൽ ഫുഡ് കിട്ടാത്തതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളും മുതിർന്നവരും ഒക്കെ അല്ലെ. പിന്നെ നല്ല രീതിയിലുള്ള വാട്ടർ അല്ലെ, നമുക്ക് കുടിക്കാൻ പറ്റുന്ന നല്ല വാട്ടർ ഫെസിലിറ്റി ഇല്ലാത്ത സ്ഥലങ്ങള്, വെള്ളം ലഭ്യമല്ലാത്ത സ്ഥലങ്ങള്, അവര് കുടിക്കുന്ന വെള്ളം തന്നെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള അവസ്ഥകള്, ചിലർക്ക് വെള്ളപ്പൊക്കം അതിന് കൂടുതലായിട്ട് നമുക്ക് അതാ പറഞ്ഞ ഏത് രീതിയിലും നമ്മൾ ഏത് ഡിസാസ്റ്ററിനെ ഫേസ് ചെയ്യാനായിട്ട്. ഇപ്പൊ ഓക്കെ ആയോ? ഷിജു ഓർ ഷൈജു? ഷിജു ആണോ, ഷിജു എന്നാണോ ഷൈജു എന്നാണോ ഇങ്ങനെ വിളിക്കാമെന്ന് അറിയില്ല. മേ ബി ചില ആളുകൾ ഈ സ്പെല്ലിംഗ് എഴുതിയിട്ട് ഷിജു എന്ന് പറയും, ചില ആളുകൾ ഷൈജു എന്ന് പറയും. ഷൈജുന്ന് ആക്ച്വലി ചിലടത്ത് ഒരു SHAIJU ഇടാറുണ്ട്, ചിലടത്ത് IJU ഇട്ടാലും ഷൈജു എന്ന് തന്നെ പ്രൊനൗൺസ് ചെയ്യും. ഷൈജു ഇപ്പോ ഓക്കെ ആയി വരുന്നോ? ഓക്കെ വരുന്നു എന്നാണ് ആള് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇവിടേക്ക് ഇന്ന് എല്ലാവർക്കും പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ.
എവിടെയായിരുന്നാലും എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. അതെ, ഓക്കെ ആയി അല്ലേ? നമ്മളും അത് ന്യൂസുകളൊക്കെ കണ്ടിരുന്നു. എല്ലാവർക്കും ഇന്നത്തെ കാലത്ത് ഇനി നമ്മൾക്ക് ഇപ്പൊ ഇങ്ങനെ, പക്ഷെ ഇനി നമ്മുടെ അടുത്ത ജനറേഷൻ ഹൗ ദേ ഹാവ് ടു ഫേസ് ദ എർത്ത് നമുക്കറിയില്ല. എങ്ങനെയാണ് ഈ ഭൂമിയെ അവര് ഉപയോഗിക്കാൻ പോകുന്നത്, അവർക്ക് എങ്ങനെയായിരിക്കും ഈ ഭൂമി, എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ എന്തെങ്കിലും ഇതൊക്കെ ഹ്യൂമൻ മെയ്ഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ തന്നെയാണ് ഇതിന്റെ കാര്യങ്ങൾ വരുന്നത് അല്ലെ. മനുഷ്യനിർമ്മിതമായിട്ടുള്ള മനുഷ്യൻ തന്നെ വരുത്തിവെച്ച ചില എന്താ പറയാ വിന എന്ന് പറയും അല്ലെ, ഭൂമിക്ക് മേലെ ചെയ്തു വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങളാണ് ഭൂമി നമുക്ക് തിരിച്ചടിയായിട്ട് ഈ പല രൂപത്തില് തരുന്നത് എന്നാണ് നമ്മളിപ്പോ പറയുന്നത്. ഓക്കെ, സോ ബി പ്രിപ്പയർഡ്. ഏത് രീതിയിലും ഡിസാസ്റ്റർ സിറ്റുവേഷനെ ടാക്കിൾ ചെയ്യാൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് വി ഹാവ് ടു ബി പ്രിപ്പയർഡ്. ആൻഡ് ഓൾസോ ഹോസ്പിറ്റൽസ് അതിനെ കൂടുതൽ നല്ല എന്താ പറയാ കൃത്യമായിട്ട് അതിനുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യണം എന്നാണ് പറയാം. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഡിസാസ്റ്ററിനെ നമുക്ക് ഹൗ ടു ബി പ്രിപ്പയർഡ്, അതിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം എന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് ആയിട്ട് നമ്മളുടെ ഈ ഒരു മൊത്തത്തിൽ നമ്മൾ ഈ പഠിച്ച ചാപ്റ്റേഴ്സിന്റെ മൊത്തം ഒരു കൺക്ലൂഷൻ പോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് നമുക്ക് വേണ്ടി തന്നിട്ടുണ്ട് ഓരോ പോയിന്റ്സ് ആയിട്ട്. ഫസ്റ്റ് വൺ, റിവ്യൂ ഓഫ് ദ ലൈക്ലി ഡിസാസ്റ്റർ സെനാരിയോ. നമ്മുടെ ഡിസാസ്റ്ററിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു റിവ്യൂ, പണ്ട് കാലങ്ങളിലും നേരത്തെ ഉള്ളതുമായിട്ടുള്ള എക്സ്പീരിയൻസുകളിൽ നിന്ന്, പഠനങ്ങളിൽ നിന്ന് എന്തൊക്കെയാണ് ഡിസാസ്റ്ററിന്റെ ഒരു പ്രത്യേകതകൾ, അതിനെ കുറിച്ച് ആദ്യം തന്നെ ഒരു റിവ്യൂ നടത്തുക. റിവ്യൂ ഓഫ് ദ ഹോസ്പിറ്റൽസ് കേപ്പബിലിറ്റി, സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. ഹോസ്പിറ്റലിന് ആ ഒരു ഡിസാസ്റ്ററിനെ ഫേസ് ചെയ്യാൻ അവർ എത്രത്തോളം സ്ട്രെങ്ത് ആണ്, എത്രത്തോളം അവർക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ആൻഡ് ഓൾസോ ദ നെഗറ്റീവ്സ് ഓൾസോ. നെഗറ്റീവ്സ്, അതായത് നമുക്ക് എന്ത് പോരായ്മയാണ്, നമുക്ക് എന്ത് വീക്ക്നെസ് ആണുള്ളത്, അതുകൂടി കണ്ടെത്തണം. ആ വീക്ക്നെസ് കണ്ടെത്തിയാലാണ് നമുക്ക് അതിനെ കറക്റ്റ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് കുറച്ചുകൂടി സ്ട്രോങ് ആകാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ വീക്ക്നെസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ആ ഭാഗങ്ങളിൽ ആ വീക്ക്നെസ്സുകളെയൊക്കെ നമുക്ക് കൂടുതൽ സ്ട്രോങ് ആക്കാം. വീക്ക്നെസ്സിനെ സ്ട്രോങ് ആക്കല്ല, വീക്ക്നെസ് മാറ്റി നമുക്ക് കൂടുതൽ കേപ്പബിൾ ആകണം, സ്ട്രെങ്ത് ആർജിക്കണം ഹോസ്പിറ്റൽസ്. അപ്പൊ അതൊക്കെ കണ്ടെത്തുക. ദെൻ ഫോമിംഗ് എ ഡിസാസ്റ്റർ കമ്മിറ്റി. ഒരു ഡിസാസ്റ്ററിനെ നമുക്ക് ആ ഒരു പ്ലാനുകളൊക്കെ നമ്മൾ നേരത്തെ കൂടി ഡെവലപ്പ് ചെയ്യുന്ന പ്ലാൻസ് ഷുഡ് ബി എസ്റ്റാബ്ലിഷ്ഡ് ഓർ ഇംപ്ലിമെന്റഡ്. ഫോർ ദാറ്റ് പർപ്പസ് എ ഡിസാസ്റ്റർ കമ്മിറ്റി ഷുഡ് ബി ഫോംഡ്. എന്ത് പ്ലാനുകളാണെങ്കിലും നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കൃത്യമായി നടപ്പിലാക്കാൻ ഒരു ഡിസാസ്റ്റർ കമ്മിറ്റി അത് ഫ്രെയിം ചെയ്യുന്നു. പ്രിപ്പയറിംഗ് ദ ഡിസാസ്റ്റർ പ്ലാൻ. ഇനി ഡിസാസ്റ്ററിന്റെ പ്ലാനിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ്. ലൈക്ക് എന്തൊക്കെയാണ് നമ്മുടെ കുറച്ച് കാര്യങ്ങൾ പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട്. കമാൻഡ് പോസ്റ്റ് അറ്റ് ഡിസാസ്റ്റർ സൈറ്റ്. കമാൻഡ് ചെയ്യാൻ, അതായത് ഡിസാസ്റ്ററിൽ എന്തെങ്കിലുമൊക്കെ ഏതൊക്കെ കാര്യങ്ങൾ ഓരോരുത്തർ ചെയ്യണം, ഡ്യൂട്ടീസ്, അതിന്റെ കമാൻഡിങ് പോസ്റ്റ്. ഡിസാസ്റ്റർ അലേർട്ട്, ട്രയേജ്, ഇതൊക്കെ നമ്മൾ അവിടെ പറഞ്ഞ കാര്യങ്ങളാണ്. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പേഷ്യൻസ്, റിസപ്ഷൻ ഓഫ് കാഷ്വാലിറ്റീസ്, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്ന പേഷ്യൻസിനെ റിസീവ് ചെയ്യുന്നു. ട്രീറ്റ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് പേഷ്യൻസ്, പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്നു, അവരെ ശരിയായ രീതിയിൽ മാനേജ് ചെയ്യുന്നു. ഹോൾഡിംഗ് ആൻഡ് ടേൺ ഓവർ ഓഫ് പേഷ്യൻസ്, ഏതൊക്കെ പേഷ്യൻസിനെ നമുക്ക് ഹോൾഡ് ചെയ്യണം, ആരെയൊക്കെ നമുക്ക് ഡിസ്ചാർജ് ചെയ്ത് വിടാം, ലൈക്ക് ദാറ്റ്, അതിനുള്ള മാനേജ്മെന്റ്. ഡിസ്പോസൽ ഓഫ് ഡെഡ് ബോഡീസ്, ഏതൊക്കെ മരിച്ചവരുണ്ടെങ്കിൽ അതിന് പോസ്റ്റ്മോർട്ടം നടത്തണോ അല്ലെങ്കിൽ വേണ്ടാതെ നമുക്ക് അത് ഒഴിവാക്കാനുള്ള ഒരു കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. ഡിവിഷണൽ കമ്മീഷണർ അല്ലെങ്കിൽ സിറ്റി മജിസ്ട്രേറ്റ് ഇവർക്ക് ആർക്കെങ്കിലും ഇവരൊക്കെ നോക്കിയിട്ട് ആ ഒരു ഡെഡ് ബോഡീസിനെ നമുക്ക് പോസ്റ്റ്മോർട്ടം ഒഴിവാക്കി വിടാനുള്ള സാഹചര്യമുണ്ട്. അതിനുശേഷം ആ ഡെഡ് ബോഡീസ് ഡിസ്പോസ് ചെയ്യുന്നത്. കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ പബ്ലിക്. പൊതുജനങ്ങൾക്ക് ഈ പറയുന്ന ഡിസാസ്റ്ററിൽ കൊണ്ടുവരുന്ന പേഷ്യൻസിനെ കുറിച്ചും അവിടെ ഉണ്ടായ ഡിസാസ്റ്ററിന്റെ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയാൻ ഒരുപാട് താല്പര്യം ഉണ്ടാവും. അപ്പൊ അത്തരം കാര്യങ്ങൾ ഇൻഫോർമേഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. മെഡിക്കൽ സ്റ്റോഴ്സ് ആൻഡ് സപ്ലൈസ്. ഹോസ്പിറ്റൽസിൽ ഈ പേഷ്യൻസിനെ കൊടുക്കേണ്ടി വരുന്ന മെഡിക്കൽ സ്റ്റോഴ്സ്, മറ്റ് സപ്ലൈസ്. ഫിസിക്കൽ പ്ലാന്റ് ആൻഡ് മെഷീനറി. ഹോസ്പിറ്റൽസിൽ നമ്മൾ അധികമായിട്ട് അഡീഷണൽ ആയിട്ട് ഡിസാസ്റ്ററിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ അഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യേണ്ടി വരുന്ന ചില പ്ലാന്റ് ആൻഡ് മെഷീനറീസ്, ചില ഉപകരണങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് തന്നെ ഇന്ന് ഞാൻ കൂടി പറഞ്ഞു. ദെൻ ട്രാഫിക് കൺട്രോൾ സിസ്റ്റം, കൺട്രോളിംഗ് ഓഫ് പേഷ്യൻസിന്റെ എന്താ പറയാ ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ് പേഷ്യൻസിനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ട്രാഫിക് കൺട്രോൾ സിസ്റ്റം. വോളണ്ടിയേഴ്സിന്റെ കൃത്യമായിട്ടുള്ള അവരെയും അസൈൻ ചെയ്യുന്നത്. ദെൻ പബ്ലിക് റിലേഷൻസ് എന്നിപ്പോ നമ്മൾ പറഞ്ഞ കാര്യം. ആൻഡ് ദ നെക്സ്റ്റ് വൺ, അടുത്തത് നമ്മൾ ഈ ഡിസാസ്റ്ററിന് മറ്റൊരു പ്ലാൻ ആണ് നമ്മുടെ റിഹേഴ്സൽ ഓഫ് ദ പ്ലാൻ. പ്ലാനിന് നമ്മൾ എന്ത് ചെയ്യണം, റിഹേഴ്സൽ ചെയ്യണം. എന്താ റിഹേഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി അത് പെർഫോം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്താ പറയാ ഒരു
എല്ലാവരും കൃത്യമായിട്ട് അതൊക്കെ അടുക്കും ചിട്ടയോടും കൃത്യമായിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാവരും നന്നായി ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ എല്ലാവരും കൂടി ഒരാളൊറ്റയ്ക്ക് ചെയ്യുന്ന കാര്യത്തിന് ചിലപ്പോൾ വലിയ റിഹേഴ്സൽ ആവശ്യമില്ലായിരിക്കും അല്ലെ. സോ ഐ ആം ഡൂയിങ് എനിത്തിങ് ബൈ മൈ ഓൺ. ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാണെങ്കിൽ ഐ മെ നോട്ട് നീഡ് സം റിഹേഴ്സൽ. ചിലപ്പോൾ റിഹേഴ്സൽ വേണ്ടി വരില്ല. ചിലപ്പോൾ ഞാൻ തന്നെ സ്വന്തമായിട്ട് എവിടെയെങ്കിലും നിന്നിട്ട് ചിലപ്പോൾ റിഹേഴ്സൽ ചെയ്യും. മൈൻഡിലോ എന്താ പറയാ നമ്മള് ഫിസിക്കലി ചെയ്യേണ്ടതാണെങ്കിലോ ചെയ്തു നോക്കും. If it is have to be done with a group, ഒരു ഗ്രൂപ്പായിട്ട് ചെയ്യേണ്ട റിഹേഴ്സൽസ് ആണെങ്കിൽ have to be done. തീർച്ചയായിട്ടും റിഹേഴ്സൽ ചെയ്തു നോക്കണം. ലൈക്ക് നമ്മൾ ഡാൻസ് ഒക്കെ സ്റ്റേജിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് റിഹേഴ്സൽ ചെയ്യും അല്ലെ. ഒരു ഓർക്കസ്ട്രയിൽ നിന്നിട്ട് ഒരു പാട്ട് കുറെ പേര് കൂടി പാടും, അതിന് റിഹേഴ്സൽ ചെയ്യും. കാരണം ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ഡിസാസ്റ്ററിലും ഇത് നമ്മൾ നടത്തുന്ന ആക്ച്വലി അത് ഉണ്ടാകുമ്പോ എങ്ങനെയാണ് നടത്തുന്നത് അതുപോലെ റിഹേഴ്സൽസ് ചെയ്യണം. അപ്ഡേറ്റിംഗ് ദ പ്ലാൻ. ഈ പ്ലാനിനെ നമ്മൾ ഇടയ്ക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ഇയർലി. ഇപ്പൊ ഒരു വർഷം നമ്മൾ ഡിസാസ്റ്റർ പ്ലാൻ ഒക്കെ ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചു. പക്ഷേ ഇഫ് ദ ഡിസാസ്റ്റർ ഹാസ് നോട്ട് ഒക്കേർഡ് ഇൻ ദാറ്റ് ഇയർ, ആ വർഷം നമുക്ക് ഡിസാസ്റ്റർ ഒന്നും ഉണ്ടായില്ല, അപ്പൊ അടുത്ത വർഷം ഓക്കെ നമ്മൾ പ്ലാൻ ഓൾറെഡി നേരത്തെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് വിടുകയല്ല, അപ്ഡേറ്റ് ചെയ്തു. നെക്സ്റ്റ് ഇയറിലേക്ക് നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ ഡിസാസ്റ്റർ പ്ലാനും കൂടി അപ്ഡേറ്റ് ചെയ്യണം. എന്തെങ്കിലും പുതിയതായിട്ട് ഇൻക്ലൂഡ് ചെയ്യാനുണ്ടോ, എന്തെങ്കിലും പഴയ രീതിയാണ് അത് മാറ്റി നമുക്ക് ഹാവ് ടു ബി അഡോപ്റ്റഡ് എനി ന്യൂ വൺ, പുതിയത് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? സോ ഈ ചാപ്റ്ററിന്റെ മൊത്തത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ ഈ ഒരു പോയിന്റ്സ് ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. ഡിസാസ്റ്റർ പ്ലാനിന് എന്താ പറയാ പ്രിപ്പറേഷൻസ് നമ്മൾ എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുന്നതെന്ന് ഒറ്റ നോട്ടത്തിൽ കാണിക്കാൻ വേണ്ടിയാണ് ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണിച്ചിരിക്കുന്നത്. ക്ലിയർ? മനസ്സിലായോ? അത് ജസ്റ്റ് മിണ്ടല്ലോ. പോയാ എല്ലാരും? ക്ലിയർ? ഓക്കെ, യെസ്. അപ്പൊ ഇത് പോയിന്റ്സ് ജസ്റ്റ് നമ്മളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ബിക്കോസ് അത് നമ്മൾ ഈ ചാപ്റ്ററിന്റെ മൊത്തത്തിൽ പഠിച്ച കാര്യങ്ങൾ എല്ലാം കൂടി ഒരു കൺക്ലൂഡിംഗ് പോയിന്റ്സ് പോലെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നിരിക്കുന്നത് മാത്രം കേട്ടോ. ഓക്കെ, സോ അപ്പൊ നമ്മള് ഈ ഒരു ഫിഫ്ത് പോയിന്റിൽ ഒരു കാര്യം പറഞ്ഞു, റിഹേഴ്സൽ ഓഫ് ദ പ്ലാൻ എന്ന് പറഞ്ഞു. യെസ്, the rehearsal of the plan has to be done at least twice a year എന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ, നമ്മള് ഈ പറയുന്ന ഡിസാസ്റ്ററിന്റെ പ്ലാൻ ഒക്കെ ഓൾറെഡി തയ്യാറാക്കി വെച്ചു. ഇന്ന കാര്യം ഇന്നത് ചെയ്യണം, ഇന്ന കാര്യം ഇവർ ചെയ്യണം. ഓരോ ഡിപ്പാർട്ട്മെന്റിന് അവർ ചെയ്യേണ്ട ഡ്യൂട്ടീസ് അലോട്ട് ചെയ്ത് കൊടുത്തു. എല്ലാവരും ചെയ്യേണ്ട ഡ്യൂട്ടീസിന്റെ ഒരു എന്താ പറയാ റിട്ടേൺ കോപ്പി, അത് കോപ്പിയൊക്കെ എഴുതി തയ്യാറാക്കി തന്നെ വെക്കണമെന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ആ കോപ്പീസ് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ വെക്കണം. അവർക്ക് എന്താ പറയാ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ ഡ്യൂട്ടീസുമാരൊക്കെ ചെയ്യേണ്ടതെന്ന് കൃത്യമായി അറിഞ്ഞിരിക്കണം. അതനുസരിച്ച് എന്ത് ചെയ്യണം, ആ പ്ലാൻ വരുമ്പോ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം വരുമ്പോ സിറ്റുവേഷൻ വരുമ്പോ ഇറ്റ് ഹാവ് ടു ബി ആക്ടിവേറ്റഡ്. അപ്പൊ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യണം വേണ്ടേ? അപ്പൊ അതിന് അന്നേരം ഓടിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നേരത്തെ തൊട്ട് മുന്നിൽ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് വേണ്ടി നമ്മൾ എന്താ പറയാ വെയിറ്റിംഗ് ആണെങ്കിൽ നമ്മൾ അതിന്റെ റിഹേഴ്സൽ ചെയ്യും. ഓടിച്ചെന്ന സ്റ്റേജിൽ കയറി നമുക്ക് വി കനോട്ട് പെർഫോം ഇറ്റ്. നമ്മൾ അത്രയും സെൽഫ് കോൺഫിഡൻസിൽ ചെയ്താലും ഉണ്ടെങ്കിലും എനിക്കത് പെർഫെക്റ്റ് ആണ് ഞാൻ ചെയ്യുമെന്ന് വിചാരിച്ചാലും ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മളത് റിഹേഴ്സൽ ചെയ്തില്ലെങ്കിൽ അതിൻ്റെതായ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും എങ്ങനെ വന്നാലും ആ സ്റ്റേജിലേക്ക് വരുമ്പോ. അപ്പൊ അതിനാണ് റിഹേഴ്സൽസ് ചെയ്യുന്നത്. ലൈക്ക് ദാറ്റ് അതുപോലെ തന്നെ ഡിസാസ്റ്ററിന്റെ പ്ലാൻസ് ഒക്കെ ഓക്കെയാണ്, പക്ഷേ ട്വൈസ് എ ഇയർ, ഒരു വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡിസാസ്റ്റർ പ്ലാൻ നമ്മൾ കൃത്യമായിട്ട് അത് റിഹേഴ്സൽ ചെയ്യണമെന്ന്. അത് ആക്ച്വൽ പോലെ ഡിസാസ്റ്റർ ഒക്കെ ചെയ്തു എന്ന് തന്നെ വിചാരിച്ച് എന്ത് ചെയ്യണം, ആക്ച്വൽ ആയിട്ട് നമ്മൾ ഈ പറയുന്ന രീതിയിൽ റിഹേഴ്സൽസ് കണ്ടക്ട് ചെയ്യണം എന്നാ പറഞ്ഞിരിക്കുന്നത്. പേഷ്യൻസിനെ കൊണ്ടുവരുന്നതും അതുപോലെ തന്നെ എന്താ പറയുക റിയലിസ്റ്റിക് ആയിട്ട് റിയൽ ആയിട്ടാണ് പറയുന്നത്. കൃത്യമായിട്ട് എല്ലാ പ്രൊഫഷണൽസിനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യിച്ച് ലൈക്ക് മെഡിക്കൽ സ്റ്റാഫ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്, നഴ്സിംഗ്, മറ്റ് ഹോസ്പിറ്റൽ സ്റ്റാഫുകളെ എല്ലാം തന്നെ ഉൾപ്പെടുത്തി ഒരു 1-2 പ്രാവശ്യം അത് ഒരു ദിവസം ഒരു ചിലപ്പോ എന്താ പറയാ കുറച്ച് ഒരു വർഷം തുടങ്ങി ഒരു ഫിനാൻഷ്യൽ ഇയർ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ നടത്തിയെങ്കിൽ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ട് അടുത്തൊരു പ്രാവശ്യം ഉണ്ട്. അപ്പൊ ട്വൈസ് എ ഇയർ എങ്കിലും എന്ത് ചെയ്യണം, ഈ റിഹേഴ്സല് നടത്തിയിരിക്കണം. എല്ലാ ഹോസ്പിറ്റൽ പേഴ്സണൽസിനെയും ഉൾപ്പെടുത്തി അവരവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് കറക്റ്റ് ആയിട്ട് അത് ആ സമയത്ത് അവർ അങ്ങനെ ആക്റ്റീവായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് വിഭ്രാന്തിയിൽ എന്ത് ചെയ്യണമെന്ന് പ്ലാനൊക്കെ ഉണ്ട്, ശരി ഓക്കെ ഞാൻ ഇന്നത്തെ കാര്യം ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിലെ പെട്ടെന്ന് ഇങ്ങനെ ഒത്തിരി പേഷ്യൻസിനെയൊക്കെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു എന്തൊരു മെന്റലായിട്ട് നമുക്ക് ഒരു എന്തായാലും എല്ലാവരും ഡൗൺ ആവും. അപ്പൊ ആ ഒരു സിറ്റുവേഷനൊക്കെ ഒഴിവാക്കാനും പെട്ടെന്ന് നമുക്ക് ആക്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് റിഹേഴ്സൽസ്
കണ്ടക്ട് ചെയ്യണമെന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഈ റിഹേഴ്സൽസ് കണ്ടക്ട് ചെയ്ത് കഴിയുമ്പോൾ ദേ കൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ആർ ദ ഡിഫക്ട്സ്. അപ്പൊ അവർക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടോ എന്നൊക്കെ തോന്നും. ഈ റിഹേഴ്സൽ നടന്നപ്പോ അയ്യോ ഇന്ന കാര്യം പ്രോപ്പറായി ചെയ്തില്ല, ബിക്കോസ് അത് അവിടെ കറക്റ്റ് അല്ല. അപ്പൊ അതനുസരിച്ച് ദേ കൻ ഓൾസോ അപ്ഡേറ്റ് ദ പ്ലാൻ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ റിഹേഴ്സൽസും നടത്തണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്തിനെ സംബന്ധിക്കുന്ന റിഹേഴ്സലാണ്? ഡിസാസ്റ്റർ പ്ലാനിൽ ഹൗ ദ ഹോസ്പിറ്റൽ പേഴ്സണൽസ് ഹാവ് ടു ആക്ട്, എങ്ങനെയാണ് ഹോസ്പിറ്റൽസിന്റെ ജോലിക്കാരെ ആക്ട് ചെയ്യട്ടെ എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് റിഹേഴ്സൽസ്. ആക്ച്വൽ ആയിട്ട് ഡിസാസ്റ്റർ ഉണ്ടായി എന്ന രീതിയിൽ തന്നെ പേഷ്യൻസിനെ കൊണ്ടുവരുന്നതും അതിനു വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് വന്ന് സോർട്ട് ചെയ്യേണ്ട പേഷ്യൻസിനെ, അത് സീനിയർ ഡോക്ടേഴ്സ് ഒക്കെ വന്ന് സോർട്ട് ചെയ്യാൻ നമ്മൾ പറഞ്ഞു അല്ലെ, സർജൻസ് ഒക്കെ അവർ വന്ന് സോർട്ട് ചെയ്യുന്നതും എന്നിട്ട് ഏറ്റവും ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കേണ്ട ആളുകളെ പെട്ടെന്ന് ട്രീറ്റ് ചെയ്യുന്നതും അതിനെ വേഗം തന്നെ അത് കഴിഞ്ഞിട്ട് എവിടേക്കാ കൊണ്ടുപോകട്ടെ, അപ്പൊ ട്രാഫിക് കൺട്രോൾ ഒക്കെ ചെയ്ത് ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകുന്നു, അതിന് മറ്റു അങ്ങനെ കണ്ടോ. അത് കറക്റ്റ് ആയിട്ട് റിഹേഴ്സൽ ആയിട്ട് തന്നെ ചെയ്യാം. അപ്പൊ റിഹേഴ്സല് ആക്ച്വലി അത് നടന്ന പോലെയാണ്. അത് വെറുതെ ഇങ്ങനെ വാഗോണ്ട് പറഞ്ഞാൽ പോരാ, ഞാനത് ചെയ്യും ഞാനത് ചെയ്യും, പക്ഷെ വാഗോണ്ട് പറയുന്നതിൽ അർത്ഥമില്ല. ഹൗ ദേ കൻ ആക്ട്, അതെങ്ങനെ അവർക്ക് ആക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇയർലി 2 times ഈ പറയുന്ന റിഹേഴ്സൽസ് കണ്ടക്ട് ചെയ്യുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ ആണോ? യെസ്. അപ്പൊ നമ്മള് ഡിസാസ്റ്റർ പ്ലാൻ ഷുഡ് ബി റിഹേഴ്സ്ഡ് അറ്റ് ട്വൈസ് എ ഇയർ എന്നുള്ള സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, ദെൻ they should involve എന്ന് ഉദ്ദേശിക്കുന്നത് റിഹേഴ്സൽ ആണ് കേട്ടോ. റിഹേഴ്സൽ should involve the complete medical staff, administrative, nursing and other hospital personnel. അതും അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, അപ്പോ ഈ റിഹേഴ്സലൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ തന്നെ they can understand how much expense it will come അല്ലെ, എത്രത്തോളം എക്സ്പെൻസ് വരും, എത്രത്തോളം അവർക്ക് അത് എന്താ പറയാ ആ എക്സ്പെൻസിന്റെ രീതിയിൽ they can also revise the plan. പ്ലാനൊക്കെ വേണമെങ്കിൽ മാറ്റാം, എന്തെങ്കിലും അപ്ഡേഷൻസ് ഉണ്ടെങ്കിൽ അത് ചെയ്യാം. അതൊക്കെ നമുക്ക് റിഹേഴ്സൽ ചെയ്താലേ ചെയ്യാൻ പറ്റും, അല്ലാതെ വാഗോണ്ട് മാത്രം പറഞ്ഞാലല്ല. ഒരു കാര്യം ചിലപ്പോ നമുക്ക് എന്താ പറയാ ആക്റ്റീവായിട്ട് ചെയ്യേണ്ട പ്രവർത്തിക്കേണ്ട കാര്യമാണെങ്കിൽ അത് റിഹേഴ്സലിലൂടെ പ്രാവശ്യം നമ്മൾ അത് ട്രൈ ചെയ്തിട്ടാണ് നമ്മളത് കറക്റ്റ് ആയിട്ട് ചെയ്യുക അല്ലെ, ആരുടെയെങ്കിലും മുമ്പിൽ പെർഫോം ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത്. സോ അതുപോലെ തന്നെയാണ് നമ്മുടെ ഡിസാസ്റ്റർ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ആൻഡ് അതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗം. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അണ്ടർലൈൻ ചെയ്തില്ലേ? ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മളുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. അടുത്ത നമുക്ക് നമ്മളുടെ അടുത്ത ഒരു മൊഡ്യൂളിലെ ചാപ്റ്റർ ആണ് നമുക്ക് തുടങ്ങേണ്ടത്. 7th മൊഡ്യൂളിലെ കേട്ടോ, ലാസ്റ്റ് മൊഡ്യൂൾ. ഫോട്ടോ എടുക്കണ്ട. ആൻഡ് ഷിജു ആണോ നേരത്തെ പറഞ്ഞത്? ഷിജു, ഹലോ. പറഞ്ഞപ്പോ ഒന്ന് അറിയാൻ വേണ്ടി ചോദിക്കുക. നാട്ടിലെവിടെയാണ്? ഷിജു ആണോ? ഷിജു തന്നെയല്ലേ? യെസ്. ഷിജു നാട്ടിലെവിടെയാ സ്ഥലം? കൊല്ലം, കൊട്ടാരക്കര, കൊല്ലം. ഓക്കെ. അവിടെ എന്ത് ചെയ്യുന്നു? എന്താ ചെയ്യുന്നത്? ചാപ്റ്റർ നിൽക്കുന്ന സമയത്തൊന്ന് വിശേഷം തിരക്കിയതാണ് കേട്ടോ. സെയിൽസ് അഡ്വൈസർ ആയിട്ട് ജോലി ചെയ്യാണ് അല്ലെ? ഓക്കെ.
നമ്മൾ അതിന്റെ കൂടെ ഒന്ന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അങ്ങോട്ട് പഠിച്ചേക്കാന്ന് വിചാരിച്ചു അല്ലേ. സോ നമുക്ക് ഓക്കെ കുറച്ച് ബെറ്റർ കരിയർ ഓപ്ഷൻ നമുക്ക് ഡെവലപ്പ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. സേഫ് ആയിട്ടിരിക്കുക, സുഖമായിട്ടിരിക്കുക. ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. ലോകം മുഴുവൻ വേണ്ടി നമുക്ക് ഇപ്പോ പ്രാർത്ഥിക്കണം. കാരണം ഓരോ ദിവസവും ഓരോ രീതിയിലാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ കേൾക്കുന്നത്, കാണുന്നത്. ഈ മൊബൈലൊക്കെ നമ്മളുടെ കയ്യിൽ എപ്പോഴും ഉള്ളത് കൊണ്ടേ എപ്പോഴും നമുക്ക് ഇത് തുറക്കേണ്ടി വരും. തുറക്കുമ്പോഴൊക്കെ കാണുന്ന ഇത്തരം കാഴ്ചകളാണ്. അതെ, എല്ലാവരുടെയും പ്രയേഴ്സ് ഉണ്ട്. ഓക്കെ, നാട്ടിലിപ്പോ വന്നിട്ട് എത്ര നാളായി? എല്ലാ ഇയറിലും വരുമോ? ഇയർലി വരുന്ന ആളാണോ? 1 ഇയർ ആകും. ഓക്കെ, ഇപ്പൊ ആദ്യമായിട്ട് പോയിക്കുന്നതാണ് അല്ലേ? അങ്ങോട്ട് പോയിട്ട് അല്ല, നാട്ടിലേക്ക് വന്നിട്ട് മെയ്യില് വരാൻ പറ്റും. യെസ്, മെയ്യില് ലീവിന് വന്നാൽ നമ്മുടെ മെയ്യിലാകുമ്പോ നമ്മള് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും, ഐ തിങ്ക് അല്ലേ? ഉണ്ടാവുമല്ലോ. മെയ്യില് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും. അപ്പോഴേക്കും നമുക്ക് ഇവിടെ വരുമ്പോ കാണാം. PGയുടെ അതെ അതെ, PGയുടെ എക്സാമും നമ്മളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നമ്മളെ ഡിപ്ലോമ പോലെ തന്നെ ആ സമയം അതുപോലെ തന്നെ ആയിരിക്കും എക്സാം നടക്കുക കേട്ടോ. അധികം സമയം എന്താ പറയാ ഗ്യാപ്പ് ഒന്നും വരില്ല. നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ഡ്യൂറേഷൻ ഉണ്ടല്ലോ, 4 months ആണ്. അപ്പൊ 4 months കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതനുസരിച്ചിട്ട് തന്നെയാണ്, അതിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഡ്യൂറേഷൻ അങ്ങനെ കൂടിയൊന്നും പോകില്ല അങ്ങനെ വന്നാലും. യെസ്, നമ്മുടെ സ്മാർട്ട് സിറ്റി എവിടെയാണെന്നാണോ ചോദിക്കണേ, അല്ലെങ്കിൽ ഞാൻ എവിടെയാണെന്നാണോ ചോദിക്കണേ? നീതു, ഞാൻ നമ്മളുടെ സ്മാർട്ട് സിറ്റി നോർത്ത് പറവൂരാണ്, എറണാകുളം ഡിസ്ട്രിക്റ്റിൽ നോർത്ത് പറവൂരാണ്. ഏകദേശം ഒരു 2 kilometer റേഡിയസിനകത്തുള്ള ടീച്ചേഴ്സ് തന്നെയാണ് ഇവിടെ ഉള്ളവരെല്ലാം. നമ്മുടെ നാട്ടിലൊരു ഒരു പോലെയുള്ള സംരംഭങ്ങൾ വരുമ്പോ നാട്ടിലുള്ള ഒത്തിരി എന്താ പറയാ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കല്ലേ ജോലി കൊടുക്കുക. ഓക്കെ, അതെ അതെ, അടുത്ത് തന്നെയാണ് സ്മാർട്ട് സിറ്റിയുടെ. ഏകദേശം ഒരു 2 kilometer റേഡിയസിന് ചുറ്റളവിലുള്ളവർ തന്നെയാണ് എല്ലാവരും തന്നെ ഉള്ളവർ. യെസ്, അപ്പൊ നമുക്ക് PGക്ക് വരുമ്പോ അല്ല സർട്ടിഫിക്കേഷൻ സെറമണിക്ക് വരുമ്പോ ഷിജുവിനെ കാണാം. അപ്പോഴേക്കും ഷിജു എത്തുമ്പോ നമുക്ക് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ കാര്യങ്ങളെന്നൊക്കെ. ഓക്കെ, അപ്പൊ നമ്മള് അടുത്ത മൊഡ്യൂളില് 7th മൊഡ്യൂളില് 4th ചാപ്റ്റർ ആണ് കേട്ടോ എടുക്കാനുള്ള, ക്ലിനിക്കൽ ഓഡിറ്റ്. ഓക്കെ ഷിജു, ഓക്കെ. അപ്പൊ സേഫ് ആയിട്ടിരിക്കുക കേട്ടോ. എല്ലാവരെയും പ്രാർത്ഥനയുണ്ട്. ഓക്കെ, ക്ലിനിക്കൽ ഓഡിറ്റ് ആണ്. ഓഡിറ്റ് എന്ന വാക്ക് കേട്ടിട്ടുണ്ടല്ലേ നമ്മള്? ഓഡിറ്റ് എന്ന് കേട്ടിട്ടില്ലേ? What do you mean by audit? ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മലയാളത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ കണക്കെടുപ്പ് എന്ന് പറയും അല്ലെ? കണക്കെടുപ്പ്. പക്ഷെ ഓഡിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റൽസില് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്, യു മേ ഹാവ് ഹേർഡ് അബൌട്ട് ഫിനാൻഷ്യൽ ഓഡിറ്റ് അല്ലെ? ഫിനാൻഷ്യൽ ഓഡിറ്റ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. കണക്ക് പുസ്തകങ്ങളൊക്കെ പരിശോധിച്ച് അതിനകത്ത് തന്നെ പരിശോധിക്കുകയാണ് കണക്ക് പുസ്തകങ്ങളൊക്കെ. ലൈക്ക് എന്താ പറയാ, ബിസിനസ് ഓർഗനൈസേഷൻസിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇതൊക്കെ പരിശോധിക്കുക. അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്ക്രിപ്പൻസീസ് കയറിയിട്ടുണ്ടോ, എന്തെങ്കിലുമൊക്കെ തെറ്റായ കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ടോ അല്ലെ? ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ എത്രത്തോളം അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, അതിന്റെ പ്രോഫിറ്റബിലിറ്റി ഫോർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അത്തരം കാര്യങ്ങൾക്കൊക്കെ നമുക്കൊരു ഇൻഫോർമേഷൻസ് വേണം. എത്രത്തോളം ലാഭക്ഷമത, പ്രോഫിറ്റബിലിറ്റി കഴിഞ്ഞ ഇയറിൽ നിന്ന് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്താനും ഒക്കെ നമ്മൾ ബിസിനസിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ഇൻസ്പെക്ട് ചെയ്യും. ആ ഒരു ഇൻസ്പെക്ഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിനെയാണ് നമ്മൾ സാധാരണഗതിയിൽ ഫിനാൻഷ്യലി നമ്മൾ അല്ലെങ്കിൽ അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഓഡിറ്റ് കൊണ്ടുവയ്ക്കാം. പക്ഷേ ഇറ്റ് ഈസ് ഡിഫറൻസ്. ഈ പറയുന്ന ഓഡിറ്റിൽ നിന്നും ഒത്തിരി വ്യത്യാസമുണ്ട് നമ്മുടെ ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഈ ഓഡിറ്റ് എന്ന് പറയുന്നത് ക്ലിനിക്കൽ ഓഡിറ്റ് ഒക്കെ എന്തായിരിക്കും? ഹോസ്പിറ്റൽസിലെ ഓഡിറ്റിംഗ് ആണ്.
ആ ഹോസ്പിറ്റൽസിലെ ബുക്ക് ഓഫ് അക്കൗണ്ടുകൾ ഓഡിറ്റ് ചെയ്യുന്നതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, മറ്റു പലതുമാണ്. അപ്പൊ നമുക്ക് അതിലേക്ക് കിടക്കാം. പക്ഷെ അതിനു മുമ്പ് the word audit is originated from a Latin verb. ഒരു ലാറ്റിൻ വെർബ് ആയിട്ടുള്ള ഒരു ക്രിയ ആയിട്ടുള്ള ഓഡിയോ എന്ന വാക്കിൽ നിന്നാണ് ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു പദം ഒറിജിനേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ ലാറ്റിൻ വെർബാണ്, ആ ലാറ്റിൻ വെർബാണ് ഓഡിയോ. ആ ഓഡിയോ എന്ന് പറയുന്ന ലാറ്റിൻ വെർബിന്റെ മീനിങ് നമുക്കറിയാം. അതിന്റെ മീനിങ് എന്താ? ടു ഹിയർ. ഓഡിയോ എന്താ പറയാ, കാസറ്റ്സ് എന്നൊക്കെ നമ്മൾ പണ്ടൊക്കെ കാസറ്റുകൾ ഉപയോഗിച്ചിരുന്നു അല്ലെ, കേൾക്കാൻ മാത്രം പറ്റുന്നത്. പിന്നീടാണ് എന്ന് പറയുന്നത് CD, അതായത് കാണാനും കേൾക്കാനും പറ്റുന്ന, വിഷ്വലിയും നമുക്ക് ഓഡിയോ ആയിട്ടും കേൾക്കാനും പറ്റും, ശബ്ദവും കേൾക്കാൻ പറ്റും. നമുക്ക് എന്താ പറയാ, സിനിമയായിട്ട് ഫിലിമായിട്ട് സ്ക്രീനിൽ കാണാൻ പറ്റും. അതാണ് CD. അപ്പൊ ഓഡിയോ എന്ന ലാറ്റിൻ വെർബിന്റെ മീനിങ് ടു ഹിയർ എന്നാണ്. ഈ പറയുന്ന ഓഡിയോ എന്ന വെർബിൽ നിന്നാണ് ദ വേർഡ് ഓഡിറ്റ് ഒറിജിനേറ്റ് എന്ന് പറയുന്ന വേർഡ് ഒറിജിനേറ്റ് ചെയ്തത്. ആൻഡ് ഇതിന്റെ മീനിങ് ഈ ടു ഹിയർ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ വെറുതെ ഇങ്ങനെ കേൾക്കലല്ല, പക്ഷെ ഓഡിറ്റിനകത്തേക്ക് വരുമ്പോ കറക്റ്റ് എന്താ പറയാ, ഓഡിയോ എന്ന് പറയുന്നത് കേൾക്കുക, എന്തെങ്കിലും ശബ്ദം കേൾക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിളിക്കുന്നത് കേൾക്കുക. അത് മാത്രമല്ല, കുറച്ചും കൂടി ഒരു ഡീപ്പ് ആയിട്ടുള്ള ഒരു മീനിങ് ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഓഡിയോക്ക് ഉണ്ട്. ദാറ്റ് ഈസ് ആക്റ്റീവ് ലിസണിങ് ആൻഡ് ആക്ഷൻ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. അതായത് ആക്റ്റീവ് ലിസണിങ് ആണ്, വളരെ ശ്രദ്ധയോടെ കേൾക്കുക, വളരെ ആക്റ്റീവായിട്ട് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. ആൻഡ് ഓൾസോ ദ ഇന്ററോഗേഷൻ ഓഫ് ദ ജുഡീഷ്യറി. എന്താ പറയാ, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഇൻഡിപെൻഡന്റ് ബോഡി എന്ന് വെച്ചാൽ അതിന് അധികാരപ്പെട്ടവര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങൾ കൊടുക്കുക. അങ്ങനെ കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ നൽകി, കൃത്യമായി പരിശോധിച്ച്, കൃത്യമായി ശ്രവിക്കുക. ഇതാണ് നമ്മളുടെ ഓഡിറ്റ് എന്ന് പറയുന്ന വേർഡിന്റെ ഈ പറയുന്ന കോണ്ടെക്സ്റ്റില്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് മറ്റു ഓഡിറ്റ് എന്താ പറയാ, നമ്മളുടെ ഓഡിയോ എന്ന് പറയുന്ന ആ ഒരു എന്താ പറയാ, ലിറ്ററലി അതിന്റെ മീനിങ് മാത്രമല്ലാതെ കുറച്ചും കൂടി ഡീപ്പായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ഒരു മീനിങ് ആണ്. ആക്റ്റീവ് ലിസണിങ്, ആക്ഷൻ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഇന്ററോഗേഷൻ ഓഫ് ദ ജുഡീഷ്യറി. അതായത് ഇന്ററോഗേഷൻ ഓഫ് ദി ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ ജുഡീഷ്യറിയുടെ ചോദ്യം ചെയ്യലില് അത് അവർ ചിലപ്പോൾ ചോദിക്കും, ഈ എന്താ പറയാ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ they may have some confusions or doubts. അവർ ചില സംശയങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ സംശയങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മൾ മറുപടി കൊടുക്കുക. ആ കൃത്യമായ മറുപടികൾ കേൾക്കുക, അതനുസരിച്ച് പരിശോധിക്കുക, കൃത്യമായിട്ട് അവർ പറയുന്നത് ശ്രദ്ധിക്കുക. ഇതെല്ലാമാണ് ഓഡിറ്റ് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ്. മനസ്സിലായോ? ക്ലിയർ ആയോ? ആ ഒരു സെന്റൻസ് മനസ്സിലായോ? ഫസ്റ്റ് സെന്റൻസ് ഓഫ് ദാറ്റ് പാരഗ്രാഫ് മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ. ആൻഡ് ഇംഗ്ലീഷ് വൊക്കാബുലറിയില് ഓഡിറ്റിംഗ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ ഓഡിറ്റിന് ഒരു ചെറിയൊരു ഡെഫിനിഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് ദി ഡെഫിനിഷൻ ഓഫ് ഓഡിറ്റ്? ആൻ ഒഫീഷ്യൽ ഇൻസ്പെക്ഷൻ ഓഫ് ആൻ ഓർഗനൈസേഷൻസ് അക്കൗണ്ട്സ് ടിപ്പിക്കലി ബൈ ആൻ ഇൻഡിപെൻഡന്റ് ബോഡി. ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ബോഡി. ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ബോഡി എന്ന് പറഞ്ഞാൽ ദോസ് ആർ ഫ്രീ ടു ഇൻവെസ്റ്റിഗേറ്റ് ഓൺ ടു ഇൻസ്പെക്ട്. അതായത് അതിനുള്ള അധികാരപ്പെട്ട ഒരു ബോഡി മീൻസ് എന്താ പറയാ, നമ്മളിപ്പോ ഒരു ഏജൻസിയോ ഏജന്റോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ എന്നൊക്കെ പറയാം. അങ്ങനെയുള്ള ഒരു ബോഡി, അവർക്കത് പരിശോധിക്കാനോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യാനോ അതിനെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ തേടാനുള്ള അധികാരമുള്ള ആൾക്കാര്. അവര് ഏതെങ്കിലും ഒരു ബിസിനസ് ഓർഗനൈസേഷൻസിന്റെ അക്കൗണ്ട്സുകൾ കൃത്യമായിട്ട് ഔദ്യോഗികമായ രീതിയിൽ പരിശോധിക്കുന്നു. അതിനെയാണ് ഓഡിറ്റ് എന്ന് വിളിക്കുക. മനസ്സിലായോ? കൃത്യമായും ഔദ്യോഗികമായി ഒഫീഷ്യൽ ആയിട്ടാണ്, അല്ലാണ്ട് വളരെ എന്താ പറയാ കാഷ്വൽ ആയിട്ടല്ല, ഒഫീഷ്യൽ ആയിട്ട് പരിശോധിക്കുക. ഒഫീഷ്യലായി പരിശോധിക്കാൻ അധികാരപ്പെട്ട ഇൻഡിപെൻഡന്റ് ബോഡി. അതായത് അവർക്ക് അതിന് അധികാരമുണ്ട്. ഞാൻ ചെന്നിട്ട് ഏതെങ്കിലും ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ എനിക്ക് ഓഡിറ്റ് ചെയ്യാനോ എന്ന് പറഞ്ഞ ആളുകൾ നടക്കൂല. പക്ഷെ അതിന് അധികാരപ്പെട്ടവരുണ്ട്. അങ്ങനെയുള്ള ഇൻഡിപെൻഡന്റ് ബോഡി ദേ ഹാവ് ദ റെസ്പോൺസിബിലിറ്റി ഓർ ദേ ഹാവ് ദ റൈറ്റ്, ഉത്തരവാദിത്വം ഉണ്ട്, അവർക്ക് അവകാശമുണ്ട് ഈ ബിസിനസ് ഓർഗനൈസേഷൻസിന്റെ അക്കൗണ്ട്സ് ഒക്കെ ചെക്ക് ചെയ്യാനും അതിനനുസരിച്ച് എന്താ പറയാ ഔദ്യോഗികമായിട്ട് അത് ഇൻസ്പെക്ട് ചെയ്യാനുള്ള അധികാരം. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഓഡിറ്റ് എന്ന് പറയുന്നതിന്റെ മീനിങ്. ക്ലിയർ ആയോ? അപ്പൊ അതിനൊക്കെ നമ്മളെന്താ പറയാ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ആളുകൾ CA ഒക്കെ പഠിച്ച് നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഒക്കെ ആയിട്ട് അതിനെ കുറിച്ച്, അക്കൗണ്ട്സിനെ കുറിച്ച് നല്ല രീതിയിൽ ജ്ഞാനമുള്ളവര്, അറിവുള്ളവര്, ഓരോ ട്രാൻസാക്ഷൻസും അതെങ്ങനെയൊക്കെയാണ് അത് റെക്കോർഡ് ചെയ്യുന്നത്, ആ റെക്കോർഡ്സിൽ അത് എവിടെയൊക്കെയാണ് അതിന്റെ പ്രിൻസിപ്പിൾസ് അനുസരിച്ച് നമ്മൾ അതിനെയൊക്കെ എന്താ പറയാ ട്രാൻസാക്ഷൻ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്, അതൊക്കെ കൃത്യമായിട്ട് തന്നെയാണോ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്, അതിന്റെ അക്കൗണ്ട്സ് ബാലൻസ് ചെയ്യുന്നത്, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതേക്കുറിച്ച് അത് പരിശോധിക്കാൻ പോകുന്ന ആൾക്ക് അതിനേക്കാൾ വളരെ
എന്താ പറയാ ഭയങ്കര ഡീപ്പായിട്ടുള്ള അറിവുള്ള ആളായിരിക്കണം. അങ്ങനെ അറിവുള്ള ആ ഒരു എന്താ പറയാ ഏജൻസി അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ബോഡി അവർക്ക് ഔദ്യോഗികമായിട്ട് ഓർഗനൈസേഷൻസിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പരിശോധിക്കാനുള്ള റൈറ്റ് അവകാശമുണ്ട്. ആ ഒരു പ്രോസസ് അതിനെയാണ് നമ്മൾ ഓഡിറ്റ് എന്ന് വിളിക്കുക. 2 സെന്റൻസ് മനസ്സിലായോ? 2 സെന്റൻസും അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. 2 സെന്റൻസിൽ നിന്നും ചോദിക്കാൻ പറ്റിയ ചോദ്യങ്ങളുണ്ട്. സോ അണ്ടർലൈൻ ചെയ്യാൻ 2. സമയമുള്ളത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. കാരണം ഈ നമ്മളുടെ ഡിസാസ്റ്റർ പോലെ അത്ര അങ്ങോട്ട് സിമ്പിൾ അല്ല ക്ലിനിക്കൽ ഓഡിറ്റ് എനിക്ക് എടുക്കാനുള്ള. അടുത്ത ഈ എന്താ പറയാ മൊഡ്യൂളിൽ 2 ചാപ്റ്റേഴ്സ് ഉണ്ട്. ക്ലിനിക്കൽ ഓഡിറ്റ് ഉണ്ട്, പിന്നെ ഒരു HMIS എന്ന് പറയുന്ന ഒരു ഹെൽത്ത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അത് ഈ പറഞ്ഞ പോലെ സിമ്പിൾ അല്ല. അതുകൊണ്ടാണ് ഞാൻ ഉള്ള സമയം കളയാതെ നമുക്ക് പതുക്കെ എടുത്ത് പോകാമെന്ന് വിചാരിച്ചത്. മനസ്സിലായോ? ഫസ്റ്റ് പാരഗ്രാഫ് ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ. യെസ്. അപ്പൊ നമ്മുടെ ഓഡിറ്റ് എന്ന് പറയുന്ന ടേം നമ്മൾ എല്ലാവരും കേട്ടിരിക്കുന്ന ഒരു ടേമാണ്. ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ആ പ്രോസസ്സാണ്, അവർ ചെയ്ത പ്രോസസ്സാണ്. ഓഡിറ്റ് എന്ന് പറയുന്നത് ആ ചെയ്യപ്പെടുന്ന ആ ഒരു കാര്യം അല്ലെ. അപ്പൊ അതാണ് ഈ ടേം ഈസ് യൂസ്ഡ് ഇൻ എവറി ഫീൽഡ് ലൈക്ക് ബിസിനസ്, ഇക്കണോമിക്സിലും ബിസിനസ്സിലും ഒക്കെ നമ്മൾ ഓഡിറ്റ് എന്ന് പറയുന്ന പദം ഉപയോഗിക്കുന്നുണ്ട്. ബിസിനസ്സുകാരാണ് കൂടുതൽ ഉപയോഗിക്കുക. കാരണം ബിസിനസ്സുകാരുടെ അവർ ചെയ്യുന്ന ബിസിനസ് എന്തിനു വേണ്ടിയിട്ടാ? ബിസിനസ് എന്തിനാ അവർ ചെയ്യുന്നത്? ടു മേക്ക് പ്രോഫിറ്റ്. അൾട്ടിമേറ്റ് എയിം ഓഫ് എവറി ബിസിനസ് ഓർഗനൈസേഷൻ ഈസ് ടു മേക്ക് പ്രോഫിറ്റ്. ഏത് ബിസിനസ് സംരംഭങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ലാഭമുണ്ടാക്കലാണ്. അപ്പൊ തീർച്ചയായിട്ടും ലാഭമുണ്ടാക്കാൻ നമ്മളുടെ ഹോസ്പിറ്റൽസും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ അല്ലെ. പണ്ടൊക്കെ ഹോസ്പിറ്റൽസ് എന്താ പറയാ, അതിന് ആതുര ശുശ്രൂഷ എന്നാണ് അതിന്റെ മലയാളം തോന്നുന്നത്. ആതുര ശുശ്രൂഷ അതായത് കൂടുതലും വെൽഫെയർ ഓഫ് ദ പബ്ലിക് ആണ് ഉദ്ദേശിക്കുന്നത്. വെൽഫെയർ ആണ്, അതായത് പൊതുജനങ്ങളുടെ ക്ഷേമമാണ്. അവര് സുഖമായിട്ടിരിക്കുക, അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടൊക്കെയായിരുന്നു എന്താ പറയാ ഒരു സർവീസ് പോലെയാണ്, സേവനമായിരുന്നു നമ്മുടെ ഹോസ്പിറ്റൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിരുന്നത് പണ്ട് കാലത്ത്. ലൈക്ക് അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ പണ്ട് സേവനമാണ്. ആളുകൾക്ക് ബുദ്ധി ഉണ്ടാക്കുക, അറിവുണ്ടാക്കുക, ആളുകളെ ആരോഗ്യത്തോടെ ഇരുത്തുക, ഇതൊക്കെയായിരുന്നു ഇവരുടെയൊക്കെ ലക്ഷ്യം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും അതുപോലെ തന്നെ ഹോസ്പിറ്റൽസിന്റെയും. പക്ഷെ ഇന്നൊക്കെ ഗതിവിഗതികളൊക്കെ മാറി. നൗ വി ആർ ലിവിംഗ് ഇൻ എ ബിസിനസ് ഓറിയന്റഡ് വേൾഡ്. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഒരു ബിസിനസ് ഓറിയന്റഡ് വേൾഡിലാണ്. എവിടെ നോക്കിയാലും കച്ചവടം തന്നെ കച്ചവടം. ഏത് മേഖലയിലേക്ക് തിരിഞ്ഞാലും കൊച്ചുങ്ങളും ഒരേ ഇപ്പൊ ബിസിനസ് മൈൻഡിലാ ജീവിക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പൊ 10 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് തരുമെന്ന് ചോദിക്കുമ്പോ എനിക്ക് ശരി അതിനെനിക്ക് 12 രൂപ തരണം എന്ന് പറയുന്ന ഒരു കുട്ടികളുടെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് അറിയാം അവരുടെ സംഭാഷണങ്ങളും അവരുടെ സംസാരവും നമ്മളൊന്ന് മാറിയിരുന്ന് ഒത്തിരി കുട്ടികളെ നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. ഒരു 8th തുടങ്ങിയ ഒരു ഡിഗ്രി വരെയുള്ള കുട്ടികൾക്ക് നമ്മൾ ട്യൂഷനൊക്കെ എടുക്കുന്നതുമാണ് കേട്ടോ ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം ആ റേഞ്ചിലുള്ള കുട്ടികളുടെയൊക്കെ കുറെ ബിഹേവിയർ അതുപോലെ തന്നെ അവരുടെ ചില രീതികളൊക്കെ നമുക്ക് എപ്പോഴും അപ്ഡേറ്റഡ് ആണ്. ബിക്കോസ് കൂടുതൽ കുട്ടികളുടെ കൂടെ അല്ലേ, അതുകൊണ്ട് തന്നെ കുട്ടികളുടേതായ രീതിയിൽ അവർ ചിന്തിക്കുന്നതൊക്കെ നമുക്ക് കിട്ടും. ബിക്കോസ് അവരിങ്ങനെ ചിലതൊക്കെ നമ്മളോട് ഷെയർ ചെയ്യുമ്പോൾ കിട്ടും. അപ്പൊ അതിന് മനസ്സിലാക്കാൻ പറ്റും എപ്പോഴും അവരും അവിടെ ബിസിനസ് ആയിട്ടുള്ള രീതിയിലാണ് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ. അപ്പൊ എവിടെ നോക്കിയാലും ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വേൾഡ് ആണ്. ബിസിനസ് ആണ് എല്ലായിടത്തും. ബിസിനസ്സുകാരുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എയിം ഗോൾ എന്ന് പറയുന്നത് പ്രോഫിറ്റ് മേക്കിംഗ് തന്നെയാണ്. മാക്സിമം പ്രോഫിറ്റ് ആണ്. അവരേക്കാൾ കൂടുതൽ എനിക്ക് ലാഭം കിട്ടണം. അപ്പൊ അതിന്റെ ഉള്ളിൽപ്പെട്ട് നമ്മുടെ ഹോസ്പിറ്റൽസും ഇന്ന് നമുക്ക് ചുറ്റും ഒത്തിരി പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഒക്കെ ഉണ്ട്. അവരുടെ ലക്ഷ്യം എന്താ? ആ ഒരു ഹോസ്പിറ്റൽസിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിനേക്കാൾ കൂടുതൽ നല്ല സർവീസസ്, ക്വാളിറ്റി സർവീസസ്, അതുപോലെ തന്നെ വളരെ കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള വേയിൽ, അതായത് വളരെ ചെലവ് ചുരുക്കിയ രീതിയിൽ ആളുകൾക്ക് കൊടുക്കുമ്പോൾ വി ക്യാൻ അട്രാക്ട് മോർ പേഷ്യൻസ്. കൂടുതൽ പേഷ്യൻസിനെ നമുക്ക് അട്രാക്ട് ചെയ്യാം, കൂടുതൽ ലാഭം ഉണ്ടാക്കാം, പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ള ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ കൂടുതലും ആ പറയുന്ന എന്താ പറയാ ബിസിനസ്സുകാരുടെ അക്കൗണ്ട്സുകൾ, പുസ്തകങ്ങൾ, അതായത് കണക്ക് പുസ്തകങ്ങളൊക്കെ വെരിഫൈ ചെയ്യുക, ഇൻസ്പെക്ട് ചെയ്യുക, അതൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ബിസിനസ്സിലും ഇക്കണോമിക്സിലും ഒക്കെ നമുക്ക് കൂടുതലായിട്ട് ഈ പറയുന്ന ടേം ഓഡിറ്റ് എന്ന് പറയുന്ന ടേം കൂടുതൽ പ്രാവശ്യമൊക്കെ എന്താ പറയാ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ഓൾസോ എന്തിനാണ് ഓഡിറ്റിംഗ് നടത്തുന്നത്?
ഏത് കാര്യമായാലും ഇപ്പൊ എന്താ പറയാ ബിസിനസ്സുകാര് അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് ഓഡിറ്റിംഗ് ചെയ്യുന്നതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഇൻ ഓർഡർ ടു കൺഫേം ദയർ ഇഫക്റ്റീവ് അച്ചീവ്മെന്റ് ഓഫ് ദയർ ഒബ്ജക്റ്റീവ്സ്. എന്തിനു വേണ്ടിയിട്ടാ? അവര് ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ലക്ഷ്യങ്ങൾ ഇഫക്റ്റീവ് ആയിട്ട് അവർക്ക് കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാക്കലാണ്. ഓക്കെ, നമ്മളൊരു പ്രോഫിറ്റ്, നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ ബിസിനസ്സുകാരന്റെ ഉള്ളിൽ ഒരു ലക്ഷ്യമുണ്ട്. ഇൻ ഓർഡർ ടു അച്ചീവ് ദയർ എയിം ഓർ ഗോൾ, അവരുടെ ഗോള് അവർക്ക് അച്ചീവ് ചെയ്യണമെന്ന്. അപ്പൊ ആ ഗോള് പല ഗോൾസ് ഉണ്ടായിരിക്കും. അതിലൊന്നാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും ഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഗോളാണ് പ്രോഫിറ്റ് മേക്കിംഗ്. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച ലാഭത്തിലേക്ക് എത്തുന്നുണ്ടോ എന്നൊക്കെ കൺഫേം ചെയ്യുക. അപ്പൊ ഇഫക്റ്റീവ് ആയിട്ട് നമുക്ക് ആ ഒബ്ജക്റ്റീവിലേക്ക് എത്താൻ പറ്റുന്നുണ്ട്. സോ അതിനൊക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ്, ഒരു പ്രോസസ്സാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. സോ ബൈ ഇൻസ്പെക്ടിങ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, വേരിയസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ വേരിയസ് ആക്ടിവിറ്റീസ്, ഇതൊക്കെ നമുക്ക് കണക്കിലെടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബിസിനസ് ഓർഗനൈസേഷൻസിന്റെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് അവർ അച്ചീവ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ നമ്മുടെ ഹോസ്പിറ്റൽസിൽ ലൈക്ക് ക്ലിനിക്കൽ ഓഡിറ്റ് അല്ലെങ്കിൽ മെഡിക്കൽ ഓഡിറ്റ് എന്നും വേണമെങ്കിൽ പറയാം കേട്ടോ. ക്ലിനിക്കൽ ഓഡിറ്റ് ഈസ് ഓൾസോ ടേംഡ് ആസ് മെഡിക്കൽ ഓഡിറ്റ്. മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത് ഇതിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോ അതെന്തായിരിക്കും ക്ലിനിക്കൽ ഓഡിറ്റ്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്? It is for the continuous quality improvement of the hospitals. ഹോസ്പിറ്റൽസിൽ അവർ കൊടുക്കുന്ന ക്വാളിറ്റി സർവീസസ്, അവർ കൊടുക്കുന്ന സർവീസസ് അതിന്റെ ക്വാളിറ്റിയെ കൂടുതൽ ഇംപ്രൂവ് ചെയ്യുക. ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന സേവനം പക്ഷെ ഇങ്ങനെ പോലെ ഇതിനേക്കാൾ കുറച്ചും കൂടി ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ബൈ ഓഡിറ്റിംഗ്. ത്രൂ ഓഡിറ്റിംഗ് ആണ് നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുക. പോരല്ലോ ഈ പറയുന്ന സർവീസ് അല്ല, ഇതിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിലുള്ള സേവനം നമുക്ക് പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ട നീക്കങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? സോ നെക്സ്റ്റ് ഇയറിൽ അതുകൂടി കണക്കിലെടുത്തിട്ടായിരിക്കും അവര് പ്ലാൻ ചെയ്യുക. ഇപ്പൊ തൊട്ട് മുന്നിൽ ഞാൻ പറഞ്ഞു, ഓരോ ഇയറിലും എല്ലാ ബിസിനസ് ഓർഗനൈസേഷൻസും പ്രിപ്പയർ എ പ്ലാൻ. നമ്മൾ ഏത് കാലത്ത് ബിസിനസ് തുടങ്ങി അന്ന് തുടങ്ങി ഇപ്പോഴും അതേ പ്ലാൻ വെച്ചുകൊണ്ടാണ് ഇരിക്കുക? അല്ല, ഇന്നത്തെ കാലത്ത് ഇയർലി പ്ലാൻ അപ്ഡേറ്റ് ചെയ്യണം. ബിക്കോസ് കാരണം എന്താണെന്നറിയോ, ഓരോ വർഷവും നമ്മൾ ഡെവലപ്ഡ് ആകണം. എന്ന് തുടങ്ങി എന്നാണ് നമ്മൾ ബിസിനസ് സംരംഭം സ്റ്റാർട്ട് ചെയ്തത് അന്ന് മുതൽ ഇപ്പൊ എത്തി നിൽക്കുമ്പോൾ 10 കൊല്ലം കഴിയുമ്പോൾ ഇപ്പൊ എത്തി നിൽക്കുമ്പോഴും അതേ സ്റ്റേജിൽ തന്നെയാണ്. ദർ ഇസ് നോ ഡെവലപ്മെന്റ് ബിക്കോസ് ദർ ഇസ് നോ പ്ലാൻ അപ്ഡേഷൻ. കാരണം എന്താ? പ്ലാൻ അപ്ഡേഷൻ ഇല്ല. കാരണം നമ്മൾ ഓരോ വർഷവും നമ്മൾ ഓരോ ബഡ്ജറ്റ്, ഓരോ പ്ലാനിങ് തയ്യാറാക്കും. ആ പ്ലാൻ നടപ്പിലാക്കുക ആ ഒരു ഇയർ കംപ്ലീറ്റ് ആകുമ്പോഴേക്കും. സോ ദാറ്റ് അതിനുശേഷം അടുത്ത ഇയറിലേക്ക് വരുമ്പോൾ നെക്സ്റ്റ് ഇയറിൽ വീണ്ടും ഒരു പ്ലാൻ. അങ്ങനെയാണ് അല്ലെ? നാടോടുമ്പോൾ നടുവേ ഓടണം. തീർച്ചയായിട്ടും അതായിരിക്കണം ഏത് കാര്യങ്ങളിലും. നമ്മുടെ വീടുകളിൽ നമ്മൾ എങ്ങനെയാ, നമ്മൾ അപ്ഡേറ്റഡ് ആണ്. ബിക്കോസ് ഓരോ ആളുകളും നമുക്ക് ഓരോ ലക്ഷ്യങ്ങളുണ്ട്. നമ്മൾ ആ ഒരു ലക്ഷ്യം സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അനദർ ഒരു ലക്ഷ്യം നമ്മുടെ മുന്നിലേക്ക് വരും. ഇന്നത് ആവണം ഇനി എനിക്ക്, ഇന്ന ഒരു കാര്യം എനിക്ക് ചെയ്യണം. സോ നമുക്ക് ആ ലക്ഷ്യമുണ്ട് മനസ്സിൽ. ആ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ കുറച്ച് നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വി ക്യാൻ അച്ചീവ് ഇറ്റ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്കത് നേടിയെടുക്കാൻ പറ്റും. അതിനൊരു ഉദാഹരണമാണ് ഇപ്പൊ നിങ്ങൾ മുമ്പിലിരിക്കുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഈ ഒരു PG കോഴ്സിൽ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും അല്ലെ? നമുക്കൊരു എയിം ഉണ്ട്. അതെ, ഇങ്ങനെ ഇരുന്നാ പോരാ, മൂലക്കിരുന്നാ പോരാ, എനിക്ക് എന്തെങ്കിലും ചെയ്യണം ആക്റ്റീവായിട്ട്. നമുക്ക് ഈ ലോകത്തും ഇങ്ങനെ ജീവിക്കുമ്പോ ഇങ്ങനെ എന്തെങ്കിലും ജീവിച്ച് എപ്പോഴെങ്കിലും നമ്മൾ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതായി പോകുക എന്നുള്ളതിനേക്കാൾ നമ്മൾ വരുമ്പോ നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നു, നമ്മളുടെ ഒരു സാന്നിധ്യം, ഒരു സിഗ്നേച്ചർ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇട്ടിട്ട് പോകണം അല്ലെ? എവിടെയെങ്കിലൊക്കെ ആളുകളുടെ ആകാം, ചിലപ്പോൾ സമൂഹത്തിലായിരിക്കാം, നമ്മുടെ വീട്ടിലായിരിക്കാം, നമുക്കൊരു സ്ഥാനം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കണം. തീർച്ചയായിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വി മസ്റ്റ് ഹാവ് സം എയിംസ് ഓർ ഗോൾസ്. അതിന് നമുക്ക് എന്തുണ്ടാവണം? ഒരു ഗോൾസ് ഉണ്ടായിരിക്കണം. എല്ലാ ബിസിനസ് ഓർഗനൈസേഷനും ഓരോ ഗോൾസ് ഉണ്ട്. ഒരെണ്ണെങ്കിലും എന്തെങ്കിലും ഉണ്ടായിരിക്കും. കാരണം ലാഭം ഉണ്ടാക്കുക അതെങ്കിലും ഉണ്ടായിരിക്കും. പക്ഷെ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം ബിസിനസ് സംരംഭങ്ങൾ നിലകൊള്ളുമ്പോൾ മറ്റ് പല കാര്യങ്ങളെയും ഫാക്ടേഴ്സിനെയും കൺസിഡർ ചെയ്യാതെയാണ് ലാഭം ഉണ്ടാക്കുന്നതെങ്കിൽ അതിന് അധികം നാള് നിലനിൽക്കാൻ പറ്റില്ല അല്ലെ? ലാഭം ഉണ്ടാക്കലും അതാണ് അവരുടെ ലക്ഷ്യം. പക്ഷെ ഇപ്പോ കൺസ്യൂമേഴ്സിന്റെ അവരുടെ എന്താ പറയാ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഡിമാൻഡുകളൊന്നും കൺസിഡർ ചെയ്യാണ്ട് ഞങ്ങൾക്ക് ലാഭം ഉണ്ടാക്കിയാൽ മാത്രം മതി എന്നുള്ള ബിസിനസ് സംരംഭങ്ങൾ അധിക കാലം ഒന്നും ഓടില്ല. അവരെവിടെയെങ്കിലും വെച്ചിട്ട് ഇല്ലാതായിരിക്കും. ഓക്കെ, യെസ്. അപ്പൊ ഇത്ര വരെ നമുക്ക് ഇതിൽ എടുക്കാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. പോകല്ലേ?
ഓക്കെ. ഹലോ, പോയി ലീവ് ചെയ്താ? ഞാൻ അത് അണ്ടർലൈൻ ചെയ്തിട്ട് പോകാന്ന് വിചാരിച്ചിട്ടാണ്. അത് നമ്മള് ഇന്ന് ആ ഒരു സെക്കൻഡ് പാരഗ്രാഫിൽ നിർത്തുകയാണ്. ബാക്കി നമ്മള് അടുത്ത ദിവസം കണ്ടിന്യൂ ചെയ്യും കേട്ടോ. അടുത്ത ദിവസത്തെ ക്ലാസ് ചിലപ്പോ മിസ്സാവും. എന്തെങ്കിലും ആരെങ്കിലും ക്ലാസ്സിൽ നിന്ന് എടുക്കാൻ പറ്റും. തേഴ്സ്ഡേ അല്ലേ, അപ്പൊ ചിലപ്പോ ക്ലാസ് ഉണ്ടാവും അറിയില്ല. ഉണ്ടാവും അറിയില്ലെന്ന് പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. നോക്കാം എങ്ങനെയാണെന്ന്. ഓക്കെ, അപ്പൊ ഒന്ന് അണ്ടർലൈൻ ചെയ്താ കേട്ടാ. The term is used, like currently applied in various contexts, economics, business, etc. ഏത് term? Audit എന്ന് പറയുന്ന term ആണ് കേട്ടോ. അണ്ടർലൈൻ ചെയ്യാ സെന്റൻസ്. Then അടുത്ത സെന്റൻസ്, clinical or medical audit are part of continuous quality improvement process that focus on specific issues or aspects of healthcare and clinical practice. ആണ് വരെ അണ്ടർലൈൻ ചെയ്യാം. ഫസ്റ്റ് സെന്റൻസും ലാസ്റ്റ് സെന്റൻസും. ഓക്കെ, നന്നായിട്ട് വായിച്ചു നോക്കുക കേട്ടാ. തുടക്കം തുടങ്ങി എല്ലാ ദിവസവും ക്ലിനിക്കൽ ഓഡിറ്റ് പ്രത്യേകിച്ചും നന്നായി വായിച്ചു നോക്കണം. 2-3 പ്രാവശ്യം വായിക്കണം. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ, മറ്റേ ഡിസാസ്റ്ററിന്റെ അത്രയും സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് അല്ലാത്തത് കൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. ഓക്കെ, സോ സീ യു അടുത്ത ദിവസം. Thank you, ma'am. താങ്ക് യു.